ഇലക്ട്രൽ ബോണ്ട് കേസിൽ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതിയിൽ കനത്ത തിരിച്ചടി കിട്ടിയ ദിവസമാണ്. 2017 അതാര്യമായ ആ സംവിധാനം വന്നതു മുതൽ നിയമാനുസൃത സംഭാവന രൂപത്തിൽ മൃഗീയ ഭൂരിഭാഗം സ്വന്തമാക്കിയ പാർട്ടി എന്ന നിലയ്ക്ക് BJPക്കും ചെകിടത്ത് കിട്ടുന്ന അടിയാണ് കോടതി വിധി. ആരൊക്കെ ഏതൊക്കെ വ്യവസായ സ്ഥാപനങ്ങൾ ഏതൊക്കെ പാർട്ടിക്ക് എത്ര രൂപ ബോണ്ട് രൂപത്തിൽ കൊടുത്തു എന്നുകൂടി വെളിപ്പെടുത്തണം എന്ന് പറയുന്നുണ്ട് കോടതി. ക്രോണിക് ക്യാപിറ്റലിസം എന്ന് പറയുന്ന ചങ്ങാത്ത മുതലാളിത്തം എന്ന് വിളിക്കുന്ന ഒരു തരം കൂട്ടുകച്ചവടത്തിന് പൂട്ടിടുകയാണോ പരമോന്നത നീതിപീഠം? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. മുൻ DGP അഡ്വക്കേറ്റ് അസഫ് അലി, അഡ്വക്കേറ്റ് അമർ അഭിലാഷ്, ശ്രീ V വസീഫ്, ഡോക്ടർ ഷമാ മുഹമ്മദ്, ഷാബു പ്രസാദ് എന്നിവർ ഈ ചർച്ചയിൽ BJP അവർ ഔദ്യോഗിക പ്രതിനിധികളെ അയക്കില്ല എന്നറിയിച്ചിട്ടുണ്ട്. എന്താണ് കാരണം എന്നറിയില്ല. ഞാൻ ആദ്യം ശ്രീ വസീഫിലേക്ക് തന്നെ പോകുന്നു. ശ്രീ വസീഫ്, ഈ ഇലക്ട്രൽ ബോണ്ട് വരുമ്പോൾ തന്നെ ഇത് അഴിമതി സ്ഥാപനവൽക്കരിക്കാനാണ്, അതുകൊണ്ട് ഞങ്ങൾ ഈ ഇലക്ട്രൽ ബോണ്ടിൽ പങ്കുപറ്റിയ പാപത്തിൽ പങ്കുചേരാനില്ല എന്ന കൃത്യമായ ആർജവത്തോടെ നിലപാടെടുത്ത ഏക പാർട്ടി ഒരുപക്ഷെ രാജ്യത്ത് CPM മാത്രമാകും. മാത്രമല്ല കോടതിയിലേക്ക് CPM പോവുകയും ചെയ്തു. അനുകൂല വിധി ഇന്നുണ്ടാകുന്നു. അത് എന്താണ് അടുത്ത കാലത്ത് സുപ്രീം കോടതിയിൽ നിന്നിട്ട് ഏറ്റവും ശ്രദ്ധേയമായ ഭരണഘടന വളരെ ഭംഗിയായി ഉയർത്തിപ്പിടിച്ച ഒരു വിധിയാണ്. 100 നാൾ ഒരുപക്ഷെ പരമാവധി 100 ദിവസങ്ങൾക്കപ്പുറം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. ഇപ്പോൾ സുപ്രീം കോടതിയിൽ പറയുന്ന ഭാഗങ്ങൾ വളരെ ഭംഗിയായി, വളരെ കൃത്യമായി, വളരെ ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങൾ പറയുന്നെങ്കിലും വരാൻ പോകുന്ന ലോക്സഭാ ഇലക്ഷനിൽ ഈ വിധി എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് കരുതണം ശ്രീ വസീഫ്? ഇവിടെ അശ്വിനി, നമ്മൾ കാണേണ്ടത് കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി ഭരണം നടത്തുന്ന ഒരു കാഴ്ചയാണ് ഇന്നിപ്പോൾ ഇന്ത്യയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭരണാധികാരികൾ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി ഭരണം നടത്തുന്നു, അവരിൽ നിന്ന് ആനുകൂല്യം പറ്റുന്നു. അവർക്ക് അനുകൂലമായി ഭരണം നടത്തുന്നു, അവരിൽ നിന്ന് ആനുകൂല്യം പറ്റുന്നു. അവരിൽ നിന്ന് പറ്റുന്ന ആനുകൂല്യത്തിന്റെ കണക്ക് പുറത്ത് ജനങ്ങൾ അറിയരുത് എന്നുള്ളതാണ് ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ ഒരു ഉദ്ദേശം. അതാണ് ഇന്ന് കോടതിയിൽ വളരെ കൃത്യമായി ഞങ്ങളുടെ CPMന്റെ വാദം കൊണ്ട് CPM കൊടുത്ത ഹർജിക്കനുസരിച്ച് വിധി വന്നിട്ടുള്ളത്. നമ്മളിവിടെ കണ്ടതാ, കഴിഞ്ഞ ഒന്നാം UPA ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ 4.3 ലക്ഷം കോടി രൂപയാണ് ടാക്സ് ഇളവ് കൊടുത്തത് കോർപ്പറേറ്റുകൾക്ക് എന്നുള്ളൊരു കണക്കുണ്ട്, പത്രങ്ങളിലൊക്കെ വരുന്ന കണക്കാം. ഇവിടെ കഴിഞ്ഞ ദിവസം പങ്കജ് ചൗധരി യൂണിയൻ ഫിനാൻസ് സഹമന്ത്രി പറഞ്ഞ കണക്കുണ്ട്. അതിൽ ഓരോ വർഷവും 1 ലക്ഷത്തിലധികം കോടി ഈ കോർപ്പറേറ്റുകൾക്ക് ഇളവ് കൊടുക്കുന്നു എന്നാ പറയുന്നത്. അങ്ങനെ കോർപ്പറേറ്റുകൾക്ക് ഇളവ് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഗവൺമെന്റ് രാജ്യത്തെ ഡയറക്റ്റ് സബ്സിഡികളിലൊക്കെ വലിയ കുറവ് വരുത്തുക. ഡയറക്റ്റ് സബ്സിഡികളിൽ കുറവ് വരുത്തി കോർപ്പറേറ്റുകൾക്ക് ഇളവ് കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ സാധാരണക്കാരന് നികുതി ഇളവില്ല, എന്നാൽ കോർപ്പറേറ്റുകൾക്ക് നികുതി ഇളവുണ്ട്. ഇൻകം ടാക്സിലെ വരുമാനം അധികവും കോർപ്പറേറ്റ് ടാക്സിലെ വരുമാനം കുറയുകയും ചെയ്യുന്ന ഒരു വല്ലാത്ത കാഴ്ച നമ്മുടെ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് എങ്ങോട്ടേക്കാണ് ഈ രാജ്യത്തെ കൊണ്ടുപോകുന്നത്? നേരത്തെ കോൺഗ്രസ് തുടങ്ങി വെച്ച കോർപ്പറേറ്റ് പ്രീണന നയവും ഈ നവലിബറൽ നയവും ഒക്കെ ഞങ്ങൾ ഈ രാജ്യത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാ. അത് അതിവേഗതയിൽ BJP നടപ്പിലാക്കുക. BJP അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പറഞ്ഞിരുന്നത്. ഇപ്പൊ രാജ്യത്ത് വലിയ കർഷക സമരം നടക്കുക. ആ കർഷക സമരത്തിന് കാരണമായത് എന്തൊക്കെയാ? സാധാരണ കർഷകർക്ക് ഇളവ് കൊടുക്കാത്തതാ. അവർക്ക് മിനിമം സപ്പോർട്ടിംഗ് പ്രൈസ് കൊടുക്കും. MS സ്വാമിനാഥൻ റിപ്പോർട്ട് പ്രകാരം അവർക്ക് മിനിമം സപ്പോർട്ടിംഗ് പ്രൈസ് അനുവദിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവർ ആ റിപ്പോർട്ട് നടപ്പിലാക്കും, അതിന് നിയമപരമായ പരിരക്ഷ കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് അധികാരത്തിൽ വന്നവർ കർഷകരുടെ ഈ പ്രതിസന്ധിയെ അവർ മുഖവിലക്കെടുക്കുന്നില്ല. രാജ്യത്ത് കഴിഞ്ഞ ഈ BJP ഭരണകാലയളവിൽ 1 ലക്ഷത്തോളം കർഷകർ മരണമടഞ്ഞു, ആത്മഹത്യ ചെയ്തു എന്ന് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. അവരുടെ വിവരങ്ങളിൽ നിന്ന് രാജ്യത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതാ രാജ്യത്തെ സാഹചര്യം. ഇവിടെ സാധാരണക്കാരന് ആനുകൂല്യമില്ല, സാധാരണക്കാരന് സബ്സിഡി ഇല്ല. ഗ്യാസിന്റെ സബ്സിഡി അക്കൗണ്ടുകളിലേക്ക് വരുമെന്ന് പറഞ്ഞതാ കേന്ദ്ര ഗവൺമെന്റ്, എന്നാൽ ഗ്യാസിന്റെ സബ്സിഡി അക്കൗണ്ടിലേക്കില്ല. വളത്തിന് സബ്സിഡി ഇല്ല, ഒന്നിനും സബ്സിഡി ഇല്ല. സാധാരണക്കാരൻ ആശ്രയിക്കുന്ന, അവന് പ്രതീക്ഷ നൽകേണ്ട ഗവൺമെന്റ് അവന് സബ്സിഡി കൊടുക്കുന്നതിൽ നിന്ന് പുറകോട്ട് പോകുന്നു. എന്നാൽ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് ഓരോ വർഷവും 1 ലക്ഷം കോടി രൂപയുടെ ഇളവ് കൊടുക്കുന്നു എന്ന് കേന്ദ്ര മന്ത്രി തന്നെ പാർലമെന്റിനകത്ത് പറയുന്നു. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഭരിക്കുന്നു എന്നുള്ളതാ യാഥാർത്ഥ്യം. ആ കോർപ്പറേറ്റുകളിൽ നിന്ന് പണം വാങ്ങി കയ്യിൽ വെച്ച് രാജ്യത്തെ തെരഞ്ഞെടുപ്പിനെ ആകെ അട്ടിമറിക്കാൻ ഇവർ ഇലക്ട്രൽ ബോണ്ട് നിരോധിക്കുന്നു. ഇപ്പോ ശ്രീ വസീഫ് കരുതുന്നുണ്ടോ BJPക്ക് അല്ലെങ്കിൽ DMK അടക്കം പ്രാദേശിക പാർട്ടികൾക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി കിട്ടിക്കൊണ്ടിരുന്ന ഫണ്ട് തടയപ്പെടുന്നതോട് അവരുടെ പണം മുട്ടി എന്ന് കരുതുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല വസീഫ്, അവരതിന് അപ്പുറത്തോടെ വേറെ വഴി കാണും. ഞാൻ കാണുന്നതിലെ പോസിറ്റീവ് വശം എന്ന് പറഞ്ഞാൽ വരും ദിവസങ്ങളിൽ
ഏതൊക്കെ കോർപ്പറേറ്റുകൾ, ഏതൊക്കെ വ്യക്തികൾ എത്ര കോടി രൂപ BJPക്ക്, കോൺഗ്രസിന്, മറ്റു പാർട്ടികൾ കൊടുത്തു ഒരു കണക്ക് കൃത്യം വരാൻ പോകുന്നു. ഏതൊക്കെ വ്യവസായ സ്ഥാപനങ്ങൾ എത്ര കോടി കൊടുത്തു, അതിനെന്തെങ്കിലും കിക്ക് ബാക്ക് അവർ കിട്ടിയിട്ടുണ്ടോ, അതിനെന്തെങ്കിലും എന്താണ് ഒരു നയംമാറ്റം എന്ന രൂപത്തിലടക്കം വലിയ ഉപകാരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ഇപ്പോൾ പൊട്ടി വീണ പോലെ പല നയംമാറ്റങ്ങൾ പോയ വർഷങ്ങൾ എന്താണ് ഖനന മേഖലയിലടക്കം. ശ്രീ വസീഫ്, ആ ഒരു പോസിറ്റീവിനപ്പുറം കാര്യമായ എന്തെങ്കിലും ഇലക്ഷൻ മേഖലയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്ന് കരുതണോ? അല്ല, അങ്ങനെ നമുക്ക് കരുതാൻ പറ്റില്ലല്ലോ. കാരണം BJP അല്ലേ രാജ്യം ഭരിക്കുന്നത്. എല്ലാ അന്വേഷണ ഏജൻസികളെയും തങ്ങൾക്ക് അനുകൂലമായി എങ്ങനെ ഉപയോഗിക്കാം എന്ന് വളരെ കൃത്യമായി അവർ കാണിച്ചു തന്നുകൊണ്ടേയിരിക്കുക. അതുകൊണ്ട് അങ്ങനെയൊന്നും നമുക്ക് കരുതാൻ പറ്റില്ല. പക്ഷേ ഈ കോർപ്പറേറ്റുകളിൽ നിന്ന് വാങ്ങിയെടുക്കുന്ന ഈ അഴിമതി പണം അതിന് നിയമസാധുതയുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമായിരുന്നു അവർ നടത്തിയിരുന്നത്. അതിനൊരു തിരിച്ചടി ഉണ്ടായി. അവിടെ ഈ പറയുന്ന പോലെ സുപ്രീം കോടതി ഇടപെട്ടത് കൊണ്ട് തന്നെ അവർക്ക് ആരൊക്കെ പണം കൊടുത്തു എന്നുള്ളത് ഈ രാജ്യത്തെ ഓരോ വോട്ടർക്കും മനസ്സിലാക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. അത് നിങ്ങൾ പറഞ്ഞത് ശരി, ആ തരത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ ഈ കോർപ്പറേറ്റുകളുമായി ഇവർ നടത്തുന്ന ഈ ചങ്ങാത്തമുണ്ടല്ലോ, ആ ചങ്ങാത്തത്തെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു സാധ്യത കൂടി, ഒരു സാഹചര്യം കൂടി ഉരുത്തിരിഞ്ഞു വന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ പറയാം. സംബന്ധിച്ചിടത്തോളം ഇതല്ലെങ്കിൽ മറ്റൊരു മാർഗത്തിലൂടെ അവർ കണ്ടെത്തും. ശരി, ഞാൻ അഭിലാഷ്, ഇവിടെ ആ കോടതി വിധി ഒരുപാട് പേജുള്ളതാണ്, മൊത്തത്തിൽ പെട്ടെന്ന് എനിക്ക് വായിച്ചു നോക്കാൻ സമയം കിട്ടില്ല. പക്ഷേ ലൈബ്രറിയിലും ബാർ ആൻഡ് ബെഞ്ചിലൊക്കെ വരുന്ന ഇത് ആ കോടതി വിധിക്ക് അകത്തുള്ളതാണോ അതോ കോടതിയുടെ പരാമർശമാണോ എന്നറിയില്ല. അത് കോടതി പറയുകയാണ്, ഹൗവർ കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ കമ്പനീസ് ആർ പ്യുവർലി ബിസിനസ് ട്രാൻസാക്ഷൻ മെയ്ഡ് വിത്ത് ദ ഇന്റന്റ് ഓഫ് സെക്യൂറിംഗ് ബെനിഫിറ്റ്സ് ഇൻ റിട്ടേൺ എന്ന് പറഞ്ഞാൽ കച്ചവടമാണെന്ന് കോടതി പറയുകയാണ്. എന്തു ഭീകരമായിരുന്നു അപ്പോൾ അത്. 2017 മുതൽ 2023-24 വരെ കച്ചവട രൂപത്തിൽ അങ്ങോട്ട് പണം കൊടുത്ത് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന രീതിയിൽ ശതകോടികൾ ഒഴുകി എന്ന് പറയുന്നത് എത്രത്തോളം ഞെട്ടിക്കുന്നതാണ് CMR അഭിലാഷ്. തീർച്ചയായിട്ടും കഴിഞ്ഞ 5 വർഷമായി കോടിക്കണക്കിന് രൂപ ഈ കോർപ്പറേറ്റ് ഭീമന്മാരിൽ നിന്നും രാഷ്ട്രീയ പാർട്ടികൾ പിടുങ്ങുകയും അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവായിട്ട് അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി BJP അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവായിട്ട് വരികയും ചെയ്ത ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഭീകരമാണ്. കഴിഞ്ഞ 6 വർഷമായി ഈ വാങ്ങിച്ചുകൊണ്ടിരുന്ന പണം മുഴുവൻ നിയമവിരുദ്ധമാണെന്ന് സുപ്രീം കോടതി ഡിക്ലെയർ ചെയ്യുകയാണ്. അതിന്റെ പെക്യൂലിയാരിറ്റി ഒന്ന് മനസ്സിലാക്കുകയെ, ഈ 6 വർഷമായിട്ട് ലഭിച്ചുകൊണ്ടിരുന്ന പണം, ആ പണം തിരിച്ചടയ്ക്കണ്ട. ഈ പൈപ്പ് ലൈനിൽ കിടക്കുന്ന 15 ദിവസം ആയിട്ടില്ലാത്ത പണം മാത്രം തിരിച്ചു കൊടുത്താൽ മതി. അപ്പൊ ഈ ഉപയോഗിച്ച പണമൊക്കെ നിയമവിരുദ്ധമായിരുന്നുവെന്ന് സുപ്രീം കോടതി പറയുമ്പോൾ ആർട്ടിക്കിൾ 13 ഇന്ത്യൻ ഭരണഘടനയുടെ ഇത് പ്രകാരം മൗലികാവകാശങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള നിയമങ്ങളെല്ലാം വോയിഡാണ്. എന്നിരിക്കെ സുപ്രീം കോടതി നിയമത്തിൽ നിലനിൽക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ച ഒരു സ്കീമിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 6 വർഷമായിട്ട് കോടിക്കണക്കിന് രൂപ കോർപ്പറേറ്റ് ഭീമന്മാരിൽ നിന്നും വാങ്ങി എന്നത് ഏതൊരു ജനാധിപത്യ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തികച്ചും ആശങ്കാജനകമാണ്. ഇത്തരമൊരു സ്കീം എങ്ങനെ ഫ്രെയിം ചെയ്യാൻ കഴിയും എന്നുള്ളത് നാം ചിന്തിക്കണ്ടേ. ഇതൊന്നും നിയമത്തിൽ നിലനിൽക്കുകയില്ല എന്ന് പൂർണ്ണമായ ബോധ്യമുണ്ടായിട്ടും കമ്പനി നിയമം ശ്രീ ഹാഷ്മി അമെൻഡ് ചെയ്തു. അത് എന്ത് കാരണത്തിന് വേണ്ടിയിട്ടാണ്? കോർപ്പറേറ്റുകൾ ആർക്കാണ് പണം കൊടുത്തതെന്ന് ജനങ്ങൾ അറിയരുത്. ഇവിടെ ഒരു സാധാരണക്കാരന്റെ സ്വകാര്യത സംരക്ഷിക്കുവാൻ വേണ്ടി അവന്റെ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ അഫിലിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്വകാര്യതയുടെ അമൂല്യതയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ ഇവിടെ കമ്പനി നിയമം ഭേദഗതി ചെയ്തിരിക്കുന്നു. നിങ്ങളോ ഞാനോ കോൺട്രിബ്യൂഷൻ കൊടുക്കുകയാണെങ്കിൽ അത് കമ്പനി നിയമത്തിന്റെ പരിധിയിൽ വരുന്നതല്ല. അപ്പൊ അത്തരത്തിൽ ഒരു തരത്തിലും നിയമത്തിൽ നിലനിൽക്കുകയില്ല എന്ന് പൂർണ്ണമായിട്ടും ബോധ്യമുള്ള ഇതുപോലെ ഒരു പ്രപ്പോസൽ നിയമനിർമ്മാണം വഴി കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ എത്രത്തോളം ഭരണഘടനയോട് ബഹുമാനമില്ലാത്ത ഒരു സമീപനമാണ് അധികാരത്തിലിരിക്കുന്ന പാർട്ടി സ്വീകരിച്ചതെന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വ്യക്തമായിട്ട് വെളിവാകുന്നത്. പിന്നെ ഇത് പുറത്തു വരുമെന്നുള്ളത് താങ്കൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ ജഡ്ജ്മെന്റിന്റെ ഒരു ഔട്ട്കമാണ്. അല്ല, അത് കാത്തിരുന്ന് കാണേണ്ടതാണ് കേട്ടോ. ഇപ്പോൾ ഡൽഹി സംസ്ഥാന വിധിക്ക് മുകളിൽ രാജ്യരാമാനം നിയമം പാസാക്കിയ ഒരു പാർലമെന്റ് നമുക്കുണ്ട്. അതുകൊണ്ട് ഇത് വെളിപ്പെടുത്തേണ്ടതില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ആർക്കറിയാം നിയമം വരില്ല, ആർക്കറിയാം. ഇതിനകത്ത് ഒരു കാര്യമുണ്ട്. ഇതിനകത്ത് നമ്മൾ എപ്പോഴും ഈ സുപ്രീം കോടതി, ഞാൻ അഭിഭാഷകനായതുകൊണ്ടും താങ്കൾ ഈ 2ാമത്തെ തവണ അത് സൂചിപ്പിച്ചത് കൊണ്ടും പറയുകയാണ്, സുപ്രീം കോടതിയുടെ ഒരു വിധി മാത്രമല്ല ഭംഗിയായിട്ട് വരുന്നത്. സുപ്രീം കോടതിയുടെ വിധിയെല്ലാം നിയമത്തിൽ പാലിക്കേണ്ടതായിട്ടുള്ള അഡ്ജുഡിക്കേഷന് ആവശ്യമായിട്ടുള്ള പാരാമീറ്റേഴ്സ് ഒക്കെ കൺസിഡർ ചെയ്തതിനു ശേഷം മാത്രമാണ് പാസ്സാക്കിയിരിക്കുന്നത്. ഡൽഹിയുടെ കാര്യത്തിൽ ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നതിന്റെ കാരണം അത് യൂണിയൻ ടെറിട്ടറി ആണ് എന്നുള്ളത് കൊണ്ട് പാർലമെന്റിനുള്ള ആ ഒരു പ്ലീനറി പവർ
ഇങ്ങനെ ഓർഡിനൻസ് കൊണ്ടുവരുമെന്നുള്ള ചിന്തയോടുകൂടിയോ അതിന് വഴിയൊരുക്കിക്കൊണ്ടോ ആവണമെന്നില്ല. അത് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റിൽ പറഞ്ഞിരുന്നു. അതിന്റെ ചുവട് പിടിച്ചാണ്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു സാധ്യതയും നിലനിൽക്കുന്നില്ല. കാരണം ഇലക്ട്രൽ ബോണ്ടിന്റെ ഇഷ്യൂയിങ് ബാങ്ക് നിർത്തിവെക്കണമെന്ന് ഡയറക്ഷൻ നമ്പർ എയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ സെലക്റ്റീവായിട്ട് നാം സുപ്രീം കോടതി ജഡ്ജ്മെന്റുകളെ നാം വായിക്കരുത്. കോടതി അവർക്കൊരു അഡ്ജൂഡിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് നാം കൊടുക്കുക. വിധി നിർണ്ണയം നടത്തുന്ന ജഡ്ജിമാരെ നാം മാനിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിധികളെ വിലയിരുത്തുന്നതാകും. ശരി, ശ്രീ ഷാബു പ്രസാദ്, ഇതിപ്പോ ഒരു സുപ്രീം കോടതി വിധിയാണ്. ഇതിപ്പോ BJPക്ക് പണം കിട്ടിയിട്ടുണ്ട്. CPM മാത്രമാണ് ആ വിഷയത്തിൽ ഞങ്ങൾക്ക് ആ പണം വേണ്ട, അത് അഴിമതിയെ അഴിമതിയെ സ്ഥാപനവൽക്കരിക്കലാണ്, അതുകൊണ്ട് ആ പണം ഞങ്ങൾക്ക് വേണ്ട എന്ന ആർജവത്തോടെ നിലപാടെടുത്ത് മാറിയുന്ന ഏക പാർട്ടി CPM ആണ്. കോൺഗ്രസ് വാങ്ങിയിട്ടുണ്ട്, BJP വാങ്ങിയിട്ടുണ്ട്, DMK വാങ്ങിയിട്ടുണ്ട്, തൃണമൂൽ കോൺഗ്രസ്, ഇപ്പോൾ TMCയുടെ ഒക്കെ 90% ഫണ്ടും വരുന്നത് ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ടിൽ കൂടിയാണ്. ഒരു സുപ്രീം കോടതി വിധി വരുന്നു, വേണമെങ്കിൽ എല്ലാവർക്കും ബാധകമാകുന്ന വിധി എന്ന് പറയാം. സ്വാഭാവികം ചർച്ചയ്ക്ക് വിളിക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയാണ്. അതിൽ ബാക്കി എല്ലാവരും ചർച്ചയ്ക്ക് വരാൻ സന്നദ്ധമാവുകയും BJP മാത്രം ആളെ വിടുന്നില്ല എന്ന് തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാകും? ചോദിക്കേണ്ടത് BJPയോടാണ്. പക്ഷേ ഞാൻ ചോദിക്കുകയാണ്, BJPക്ക് ഇതിലെന്തോ ഒളിച്ചു വെക്കാനുണ്ടെന്നും മുറിവേറ്റുണ്ടെന്നും അടി കൊണ്ടുവന്ന ബോധ്യമുള്ളത് കൊണ്ടാണോ BJP ഒരുപക്ഷെ ചർച്ചയ്ക്ക് ആളെ വിടുന്നില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത്? ശ്രീ ഷാബു പ്രസാദ്, ഹാഷ്മി, ഓരോ രാഷ്ട്രീയ പാർട്ടികൾ ഓരോ ചർച്ചയ്ക്ക് ആളെ വിടാതിരിക്കുന്നതും ചില വിഷയാധിഷ്ഠിതമായി വിടുന്നതും വിടാതിരിക്കുന്നതും ഒക്കെ നിങ്ങൾക്കിത് ആദ്യത്തെ അനുഭവമാണോ? ഒന്നുമല്ലല്ലോ. അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ടാകും. ഇത് നിങ്ങളുടെ ഈ പറച്ചിൽ കേട്ടതൊന്നും ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിൽ ഒരു ചർച്ചയ്ക്ക് ആളെ ഞാൻ പറയുന്നില്ല. ഇപ്പൊ കൊടകര കുഴൽപ്പണ കേസ് സമയത്ത് BJP ആളെ വിട്ടില്ല. ശരിയാണ്, BJP ആ സമയത്ത് ഡിഫൻസിലായിരുന്നു. ഇപ്പൊ എന്താണ് ഇപ്പൊ സ്വർണ്ണക്കടത്ത് കാലാകാലങ്ങളിൽ ചർച്ചയാകുമ്പോഴേക്കും CPM ആളെ വിടുന്നില്ല തീരുമാനിച്ചു. അത് ഒരു പരിധിയിൽ കൂടുതൽ ചർച്ചയാകുമ്പോഴാണ് CPM തീരുമാനിക്കുന്നത്. ശരിയാണ്. അപ്പൊ എന്തിനാണ് ഈ വിഷയത്തിൽ BJP ഡിഫൻസിലാവുന്നത് എന്നാണ് ചോദ്യം. അല്ല, അത് BJPക്കാരോട് ചോദിക്കുക, എനിക്കറിയില്ല. ഇനി അതല്ല, ഞാനിപ്പോൾ ഇന്ന് ഈ ഹാഷ്മി ചർച്ചയ്ക്ക് ഇവിടുത്തെ 24 ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ഞാൻ ആദ്യം 24 പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇന്നലെ CPM വടകരയിൽ നടത്തിയ ഒരു മഹാവിപ്ലവ പ്രവർത്തനത്തിൻ്റെ അവരെ ശ്ലാഘിക്കാൻ വേണ്ടിയുള്ള ചർച്ചയായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. ഒരു സ്കൂളിൽ നരബലി നടക്കുന്നെന്നോ ഹോമം നടക്കുന്നെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് അവിടെ കുറേ പേരെ കാണിച്ച കുറേ വലിയ ഈ നൂറ്റാണ്ട് കണ്ട ഒരു മഹാവിപ്ലവ പ്രവർത്തനം ഉണ്ടായിരുന്നല്ലോ, അത് ആ ചർച്ചയായിരിക്കുമെന്നായിരുന്നു ഞാൻ കരുതിയത്. ശരി, അല്ല, പോട്ടെ, അത് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വലിയ വിഷയമല്ലെന്ന് തോന്നുന്നു. പിന്നെ ഇനിയിപ്പം ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇപ്പം രണ്ടുപേരൂടെ സംസാരിച്ചു കഴിഞ്ഞു, ഹാഷ്മിയും സംസാരിച്ചു. ഇതിൽ നിന്ന് നിങ്ങളൊക്കെ ധരിച്ചിരിക്കുന്നത് ഈ 2017 ഈ നിയമം വരുന്നതിന് മുമ്പ് ഈ നാട്ടിലെ ബിസിനസ്സുകാരും കോർപ്പറേറ്റുകളും ഒന്നും രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കുന്നില്ലായിരുന്നു എന്നാണോ? 2017 മുതൽ ഈ നിയമം വന്നതിന് ശേഷം, ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന സിസ്റ്റം വന്നതിന് ശേഷം ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾക്ക്, പ്രത്യേകിച്ച് BJP ഭരണത്തിലിരിക്കുന്ന പാർട്ടിക്ക് കൂടുതൽ പണം കൊടുക്കും. അത് സ്വാഭാവികമാണ്. ഈ ഒരു സംഭവം 1947 ശേഷം, ഈ 70 കൊല്ലത്തിന് ശേഷമാണ് ഈ കോർപ്പറേറ്റ് സംഭാവന, കമ്പനികളുടെ, ബിസിനസ്സുകാരുടെ സംഭാവന രാഷ്ട്രീയ പാർട്ടികൾക്കെന്നാണോ നിങ്ങൾ ഈ പറഞ്ഞു വെക്കുന്നത്? ഇത് അറ്റ്ലീസ്റ്റ് ഒരു കാര്യമുണ്ട്. ഞാൻ സുപ്രീം കോടതിയുടെ വിധിയെ എല്ലാവിധ ബഹുമാനത്തോടു കൂടിയും കാണുന്നു. ഇവിടെ ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു SBI വഴിയാണ് ഇതിൻ്റെ സംഭാവനകൾ വന്നിരിക്കുന്നത്. ഇലക്ട്രൽ ബോണ്ട് SBIയിൽ നിന്ന് മാത്രമേ പറ്റുള്ളൂ. SBIയോട് സുപ്രീം കോടതി ഡയറക്റ്റ് ചെയ്തിരിക്കുകയാണ് ആര് എത്ര എപ്പോൾ ആർക്ക് പൈസ കൊടുത്തു എന്ന്. 2017 മുമ്പ് ഇത് പറ്റുമായിരുന്നോ? ഇപ്പം CPMന്റെ പ്രതിനിധി 2017 പറ്റില്ലായിരുന്നു സർ. 2017 മുമ്പ് 20,000 രൂപ കയ്യിൽ വാങ്ങാം, അതല്ലാതെ ബാങ്കിൽ കൂടി വാങ്ങാൻ കഴിയുകയുള്ളൂ. ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഏതാണ്ട് സുതാര്യമായി തന്നെ അവിടെ ഉണ്ട്. കണക്കതിൽ കൃത്യമായി കയറുന്നുണ്ടെന്ന വേറെ കാര്യം. പക്ഷെ അങ്ങനെ ആയിരുന്നു സർ. ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ട് വരുമ്പോൾ ഇതൊന്നുമില്ല. ആർക്ക് എത്ര വേണമെങ്കിൽ ഏത് രാജ്യദ്രോഹിക്കും ഒന്നും മിണ്ടാതെ പണം കൊടുക്കാം. ആരും ചോദിക്കാനും പറയാനുമില്ല. ഏത് വിദേശ കമ്പനിക്ക് ഒരു ഷെൽ കമ്പനി ഉണ്ടെങ്കിൽ കോടികൾ അങ്ങോട്ട് ഇടാം, ആരും ചോദിക്കാനും പറയാനുമില്ല. ഇത് ത്രൂ ബാങ്ക്, അതായത് സർക്കാരിനറിയാം, അതോറിറ്റീസിനറിയാം ആർക്ക് പൈസ കൊടുത്തു എന്ന്. എനിക്കോ ഹാഷ്മിക്കോ ചിലപ്പോൾ ചോദിച്ചാൽ അറിയാൻ പറ്റില്ലായിരിക്കും. എനിക്കോ ഹാഷ്മിക്കോ ചോദിച്ചാൽ അറിയണ്ടേ സാർ? സാർ, ഈ രാജ്യത്തെ പൗരന്മാർ എന്നുള്ള നിലയ്ക്ക്, നമ്മളെ ഭരിക്കുന്നവർ എന്നുള്ള നിലയ്ക്ക് എനിക്കോ ഷാബു പ്രസാദിനോ ചോദിച്ചാൽ അറിയണ്ടേ? അത് അങ്ങനെ അറിയണ്ട. നമ്മുടെയൊക്കെ കണ്ണ് കെട്ടി അങ്ങ് പണം വാങ്ങാമെന്ന് കേന്ദ്രം തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്തിനാണത്? അതുകൊണ്ടാണ് BJP ചർച്ചയ്ക്ക് വരാത്തത്. സാർ, പറയുന്ന കേൾക്കൂ.
ഏതാണ്ട് വർഷങ്ങൾക്ക് മുമ്പ് UPA ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് മറ്റോ ആണെന്ന് തോന്നുന്നു. ഇവിടെ RTI പ്രകാരം ഒരാൾ ചോദിച്ചു, സോണിയാഗാന്ധിയുടെ IT റിട്ടേൺ, അവർക്ക് എത്ര വരുമാനം, IT റിട്ടേൺ എന്ന് പറഞ്ഞാൽ എത്ര വരുമാനമുണ്ട്, എത്ര ചിലവാക്കി, എത്ര അസറ്റ് ഉണ്ട്, ഇതൊക്കെയാണല്ലോ IT റിട്ടേൺ എന്ന് പറയുന്നത്. അതൊന്ന് പബ്ലിക്കായിട്ട് എനിക്കൊന്ന് കിട്ടണം എന്ന് പറഞ്ഞ് ഒരാൾ RTI കൊടുത്തു. ആ RTI സർക്കാർ അംഗീകരിച്ചില്ല. RTI സർക്കാർ അംഗീകരിച്ചില്ല. കാരണം അത് വ്യക്തിഗതമായ വിവരങ്ങളാണ്, അത് പബ്ലിക്കായിട്ട് കൊടുക്കേണ്ട കാര്യമില്ല എന്ന്. അതുമല്ല, സോണിയാഗാന്ധിയുടെ അടുത്ത് ചോദിച്ചു, ഇതെനിക്ക് ഇത് കൊടുക്കാമോ? കൊടുക്കാൻ പറ്റില്ല. സോണിയാഗാന്ധി വിസമ്മതം അറിയിച്ചു. ഇവിടെ ഈ നാട്ടിലെ നിയമം അനുസരിച്ച് അങ്ങനെയാണ്. അതായത് ഈ 2017 മുമ്പ് ഞാൻ ഇത് അയക്കുന്നു, സുപ്രീം കോടതിക്കോ ഈ കോടതിക്കോ ആർക്കെങ്കിലും ഒരു ഉത്തരവിടാൻ പറ്റുമായിരുന്നോ? ഈ രാഷ്ട്രീയ പാർട്ടിക്ക് ആരെ എത്ര പൈസ കൊടുത്തു? കൊടുത്തു എന്നിരിക്കട്ടെ, ഞാൻ വരാം. വ്യത്യാസം താങ്കൾ പറയുന്ന കാലത്തിൽ നീ കാലത്ത് വ്യത്യാസമുണ്ട്. ഞാൻ പറയാം 2017-18 ആകെ മൊത്തം 221 കോടി ഇലക്ട്രൽ ബോണ്ട്. BJPക്ക് എത്ര കിട്ടിയെന്ന് അറിയാം? 210 കോടി, കോൺഗ്രസിന് 5 കോടി. 18-19 2539 കോടിയുടെ ബോണ്ട് ഇഷ്യൂ ചെയ്തു. BJPക്ക് 1450 കോടി. 19-20 3441 കോടിയുടെ ബോണ്ട് ഇഷ്യൂ ചെയ്തു. BJPക്ക് 2555 കോടി. 21-22 2664 കോടി മൊത്തം ബോണ്ട്. BJPക്ക് 1033 കോടി. സാർ, അതാണ് ഭരണഘടനാ വിരുദ്ധമാണ്. ഇത് പ്യുവർ ബിസിനസ് ഡീലാണെന്ന് കോടതി പറയുന്നത്. ഹാഷ്മി, ഞാനത് പറഞ്ഞത്, ഇത്ര കൃത്യമായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് വരെ കണക്കുണ്ട്, ഓരോരുത്തർക്കും എത്ര കിട്ടി എന്നുള്ളത്. ഇങ്ങനെ ഒരു കണക്ക് 2017 മുമ്പ് നിങ്ങൾക്ക് പറയാൻ കഴിയില്ലായിരുന്നു. ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും എത്ര കിട്ടി, ഓരോ രാഷ്ട്രീയ പാർട്ടിക്ക് എത്ര കിട്ടി, എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ പറയാൻ പറ്റില്ലായിരുന്നു. ഇവിടെ CPM-ന്റെ പ്രതിനിധി ഇരിക്കുന്നു, അദ്ദേഹത്തിന് പറയാൻ പറ്റുമോ? ഇവിടെ ചോദിക്കുകയാണ്, CPM-ന് കിട്ടിയ സംഭാവന എത്രയാണ്? കഴിഞ്ഞ 1 കൊല്ലം, 5 കൊല്ലം, 10 കൊല്ലം CPM-ന് എത്ര രൂപ സംഭാവന കിട്ടി? എത്രയാണ് അവരുടെ വരുമാനം? പറയാൻ കഴിയില്ല അവർക്ക്. അവർ പറയില്ല, മിണ്ടില്ല, വായ തുറക്കില്ല. അവർക്ക് പാട്ട ചിലിക്കിയാൽ 18 കോടി കിട്ടും. ഇതൊക്കെയാണ് അവരുടെ സിസ്റ്റം എന്ന് പറയുന്നത്. സുപ്രീം കോടതിയുടെ വിധിയിലെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം, ഞാനും വിശദമായിട്ട് വായിച്ചില്ല, ട്രാൻസ്പെറൻസിയുടെ ശ്രീ ഷാബു, ആരെന്നും എന്തെന്നും അറിയാത്ത പണം വാങ്ങുന്നതിനേക്കാൾ മര്യാദയുള്ള പണമാണ് പാട്ടകലിക്ക് വാങ്ങുന്ന പണം. ശ്രീ ഷാബു, ആരെന്നും എന്തെന്നും എന്തുദ്ദേശത്തിനും, ആരെന്നും എന്തെന്നും എന്തുദ്ദേശത്തിനും എത്ര കോടിക്കെന്നും ഞാനും ഷാബു പ്രസാദും അറിയേണ്ടാത്ത ഗുപ്തമായി വാങ്ങുന്ന പണത്തേക്കാൾ എന്തുകൊണ്ടും മെച്ചപ്പെട്ടതാണ് പാട്ടകലിക്ക് വാങ്ങുന്ന പണം. ഷാബു, ഇപ്പൊ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ വരുമാനം എത്രയാണ് ഹാഷ്മി? നിങ്ങളുടെ ശമ്പളം എത്രയാണ്? നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ വരുമാനമുണ്ട് എന്ന് അറിയാൻ വ്യക്തിയായ എനിക്ക് അവകാശമില്ല. അതുപോലെയാണ് സാർ നമ്മളെ രാഷ്ട്രീയ പാർട്ടി. അതെന്തൊരു താരതമ്യമാണ് ഇവിടെ. അല്ല, പറയുന്നത് കേൾക്കൂ. അതായത് ഇപ്പൊ ഹാഷ്മി ഇവിടെ നിന്ന് പറഞ്ഞ കണക്കുകൾ എവിടുന്ന ഹാഷ്മിക്ക് കിട്ടിയത്? ഹാഷ്മിയുടെ 1300 കോടി, മറ്റവർക്ക് അത്ര കോടി, ഇവർക്ക് ഇത്ര കോടി എന്നുള്ള സുപ്രീം കോടതി ഉത്തരവിലുള്ളതാണ്. അത് സുപ്രീം കോടതി ഉത്തരവിലുള്ളതാണ്. സാർ, ഈ പണം എത്ര കിട്ടി എന്നുള്ളത് രഹസ്യമല്ല. ഈ പണം എത്ര കിട്ടി എന്നുള്ളത് രഹസ്യമല്ല. രഹസ്യം എന്താണ്? ഇതാര്, എപ്പോ, ഏതൊക്കെ സമയത്ത്, എന്തൊക്കെ ആവശ്യത്തിന് കൊടുത്തു, അവർക്ക് കിട്ടിയ ഉപകാരം എന്താണ് എന്നുള്ളതാണ് അറിയാത്തത്. അതാണ് രാജ്യത്തിന് അറിയേണ്ടത്. അതാണിപ്പോൾ ശരി, അത് നമുക്കറിയാൻ കഴിയും. ഇപ്പൊ സുപ്രീം കോടതി പറയുന്നു അതുകൂടി പുറത്തു വിടണം, അത് പുറത്തു വിടണം എന്ന് പറഞ്ഞിരിക്കുന്നു. അത് പുറത്തു വരിക തന്നെ ചെയ്യും. കാര്യം സുപ്രീം കോടതിയുടെ ഉത്തരവാണ്. നമുക്ക് നല്ല കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഏതൊക്കെ. അതേസമയം ഇതേ കാര്യം ഞാൻ ഇത് തന്നെയാണ് ചോദിക്കുന്നത്, CPM-ന് ആരൊക്കെ എത്ര പണം കൊടുത്തു ഇവർ പുറത്തു വിടുമോ? നമുക്ക് വസീലോട് ചോദിക്കാം. ഇക്ബാൽ മിർച്ചി കേസ് അങ്ങേക്ക് ഓർമ്മയുണ്ടാവുന്ന എന്റെ പ്രതീക്ഷ. 2017 ഒരു ഇക്ബാൽ മിർച്ചി കേസ് അങ്ങേക്ക് ഓർമ്മയുണ്ടാവുന്ന എന്റെ പ്രതീക്ഷ. ഇക്ബാൽ മിർച്ചി ദാവൂദ് ഇബ്രാഹിമിന്റെ ക്ലോസ് സൈഡ് ആയിരുന്നു. ഇക്ബാൽ മിർച്ചിയുടെ എന്താണ് സ്വത്ത് വിറ്റ് കൊടുത്ത കമ്പനിയിൽ നിന്ന് BJP പണം വാങ്ങി എന്ന ആരോപണം ഉയർന്നതാണ്. ഇക്ബാൽ മിർച്ചിയുടെ ഇതുപോലെ കൃത്യമായ സർ, മുംബൈ സ്ഫോടനത്തിൽ കുറ്റക്കാരൻ എന്ന് സംശയമുണ്ടായിരുന്ന ഇക്ബാൽ മിർച്ചിയുടെ സ്വത്തുക്കൾ വിറ്റ് കൊടുത്ത കമ്പനിയിൽ നിന്ന് BJP പണം വാങ്ങി എന്ന ഒരു കണക്കുണ്ട്. അത് പുറത്തു വന്ന എങ്ങനെയാണ്? ഇലക്ഷൻ കമ്മീഷനിൽ BJP പറഞ്ഞു RBW എന്ന് പറഞ്ഞ കമ്പനി ഞങ്ങൾ വളർന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അറിഞ്ഞു വന്നത്. അങ്ങനെ എത്ര ഇക്ബാൽ മിർച്ചിമാർ എത്ര പണം ഉണ്ടെന്ന് അറിയട്ടെ, രാജ്യം അറിയട്ടെ. ആ കണക്ക് വരുമ്പോ 2000 രൂപയ്ക്ക് മുകളിൽ ആർക്കെങ്കിലും സംഭാവന കൊടുക്കണം, BJP കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ചെക്ക് വഴിയോ ഡ്രാഫ്റ്റ് വഴിയോ ഇലക്ട്രോണിക് ട്രാൻസ്ഫർ വഴിയോ പറ്റുള്ളൂ. ശരി, ഞാൻ അതാണ് ഈ നിയമം. എന്താ ഇത്? എത്ര മോശമാണോ ഇത്? ശരി,
ക്ഷമ, ഇവിടെ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഇവിടെ സുപ്രീം കോടതി വിധി വന്നപ്പോൾ തന്നെ പറയുകയാണ് അഴിമതി സ്ഥാപനവൽക്കരിക്കാനുള്ള BJP സർക്കാരിന് മറ്റൊരു കള്ളി വെളിച്ചത്തായി. സാർ, നിങ്ങളുടെ അക്കൗണ്ടിൽ 10,000 കോടി വന്നിട്ടുണ്ട്. 6,000 ചില്ലുവാനും കോടി BJPക്ക് വന്നെങ്കിൽ 1,000 കോടിയോളം കോൺഗ്രസിനും വന്നു. ഈ രാജ്യത്ത് CPM-നല്ലാതെ ഇലക്ട്രൽ ബോണ്ട് ഈ കോടതി വിധിയിൽ തലയുയർത്തി നിൽക്കാൻ കഴിവുള്ള പ്രാപ്തിയുള്ള ഒറ്റ രാഷ്ട്രീയ പാർട്ടി വേറെ ഉണ്ടോ? ക്ഷമ. അല്ല, ഞാൻ അതിൽ വരുന്നുണ്ട്. പക്ഷെ എനിക്ക് ശ്രീ ശ്യാമപ്രസാദ് പറയുന്ന കാര്യങ്ങൾ എനിക്ക് ചിരി വരിക. നമുക്ക് ഇതിന്റെ ആദ്യത്തെ 2017 എന്താ നടന്നതെന്ന് നമുക്ക് മനസ്സിലാവണം. ഈ ഇലക്ട്രൽ ബോണ്ട്സ് വരുന്ന സമയത്ത് ഇത് RBIന്റെ അടുത്ത് എടുത്തേരം, അന്ന് ഉർജിത് പട്ടേലായിരുന്നു ഗവർണർ. RBI അൺഈക്വിവോക്കലി എല്ലാവരും അവിടെ പറഞ്ഞു പറ്റില്ല, ഇത് ചെയ്യാൻ പാടില്ല. ബിക്കോസ് ദിസ് ഇസ് എക്സാക്ട് വേർഡ്സ് യൂസ് ചെയ്തത് പറഞ്ഞാൽ മണി ലോണ്ടറിങ്. അപ്പം എന്നേരം അവിടുത്തെ ഫൈനാൻസ് സെക്രട്ടറി പറഞ്ഞു നിങ്ങൾ ഇത് RBIന്റെ ആക്ട് അമെൻഡ് ചെയ്യണം ഇതിന് വേണ്ടിയിട്ട്. അപ്പം അവർ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. പറ്റും, ഞങ്ങൾ ഓൾറെഡി റെഡി ആയിരിക്കാം, നാളെ ഞങ്ങൾ പാർലമെന്റിൽ ചെയ്യാൻ, നിങ്ങൾ RBI ആക്ട് അമെൻഡ് ചെയ്യണം. ഞാൻ ഇപ്പൊ ശ്രീ ശ്യാമപ്രസാദിന് പറയും മുമ്പേ എങ്ങനെയായിരുന്നു. മുമ്പേ ഒരു കമ്പനി പൈസ നമുക്ക് തരുമ്പം ഒന്ന് ഈ കമ്പനി പാർട്ടിക്ക് തരുമ്പം പാർട്ടിക്കറിയാം ഏത് കമ്പനിയാ തരുന്നത്, കമ്പനിക്കറിയാം ഏത് പാർട്ടിക്കാ കൊടുക്കുന്നത്. അന്നേരം ആ സമയത്ത് 2017 മുമ്പേ ഇലക്ട്രൽ ബോണ്ട്സ് വരുന്ന മുമ്പേ ആ കോർപ്പറേറ്റ് കമ്പനീന്റെ ബാലൻസ് ഷീറ്റ് ഉണ്ടാവും എല്ലാ കൊല്ലം. ആ ബാലൻസ് ഷീറ്റിൽ എഴുതണം എത്ര പൈസ കൊടുത്തു ഈ പാർട്ടിക്ക്. ഒന്ന്. രണ്ടാമത്, നിങ്ങൾ കൊടുക്കുന്ന പൈസ 7% നിങ്ങളെ റവന്യൂന്ന് 3 കൊല്ലത്തിന്റെ ആവറേജ് റവന്യൂന്ന് കൊടുക്കാൻ പറ്റുള്ളൂ. മൂന്നാമത്തത് ഫോറിൻ ഫണ്ട് വരാൻ പറ്റില്ല. ഓൾറൈറ്റ്. പിന്നെ ഷെൽ കമ്പനീസ് എല്ലാം ഫോറിനാ. ഇത് വന്നതിന്റെ ശേഷം മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് എത്ര പൈസ, അൺലിമിറ്റഡ് പൈസ കൊടുക്കാൻ പറ്റും ഇലക്ട്രൽ ബോണ്ട്സിന്. ഒന്ന്, ഫോറിൻ ഫണ്ട് വരും. മൂന്നാമത്, ഷെൽ കമ്പനീസ് പൊളിറ്റിക്കൽ പാർട്ടീസിന് പൈസ കൊടുക്കാൻ പറ്റും. അപ്പം അതിന്റെ അർത്ഥം ഇതിൽ 2 കാര്യമുണ്ട്. ഒന്ന്, ക്വിഡ് പ്രോക്വോ. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇതിൽ സീക്രസി ഉണ്ട്. ഇതിൽ അദ്ദേഹം ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഫൈനാൻസ് സെക്രട്ടറി RBIനോട് പേ ആർക്കും അറിയില്ല. ഈ ഇപ്പൊ എനിക്ക് കോൺഗ്രസ് പാർട്ടിക്ക് വരെ അറിയൂല ആരാ പേ എന്ന്, പക്ഷെ RBIക്ക് അറിയാം, SBIക്ക് അറിയാം. ഇത് രണ്ടുപേർക്ക് അറിയുമ്പോൾ സർക്കാരിന് അറിയാം. അപ്പം ഇതൊരു ക്വിഡ് പ്രോക്വാ. അപ്പം ഒരു കമ്പനി പോവും, എനിക്ക് ഈ കാര്യം ചെയ്യണം സർക്കാർ. അപ്പൊ സർക്കാർ പറയും നിങ്ങൾ ഇലക്ട്രൽ ബോണ്ട്സിൽ ഞങ്ങൾ ഇതിൽ പൈസ ഇടണം. അപ്പൊ ജനങ്ങൾക്ക് അറിയുന്നില്ല, മറ്റേ പാർട്ടിക്ക് അറിയില്ല, വെറും BJPക്ക് അറിയും. അപ്പം ജനങ്ങൾക്ക് ഈ ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് അറിയണം എവിടുന്ന പാർട്ടിക്ക് ഫണ്ട് വരുന്നത്, ആർക്കും അറിയില്ല. അപ്പൊ അതിനാണ് നമ്മൾ പറയാ ക്വിഡ് പ്രോക്കോ. രണ്ടാമത്, ഒരു കമ്പനി ഫോർ എക്സാമ്പിൾ അഡാനി, അവര് പൈസ ഇഷ്ടംപോലെ ഉണ്ടാക്കിയിട്ട് ഷെൽ കമ്പനീസിലിടും പൈസ. ഈ ഷെൽ കമ്പനിയുടെ പൈസ റൂട്ട് ചെയ്യും ഇന്ത്യയിലേക്ക്. എങ്ങനെ? ഇലക്ട്രൽ ബോണ്ട്സ് ത്രൂ. ബിക്കോസ് ഇപ്പം ആർക്കും അറിയാൻ പാടില്ല, സീക്രസിയാണ്. വേറെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്, റൈറ്റ് ടു ഇൻഫർമേഷന് വരെ ഇതിന് ചെയ്യാൻ പറ്റില്ല. RTI ആക്ട് ഇസ് നോട്ട് അലൗഡ് ഓൺ ഇലക്ട്രൽ ബോണ്ട്സ്. അപ്പം നിങ്ങൾ മനസ്സിലാക്ക് ഇതെന്താന്ന് പറഞ്ഞ എക്സാക്ട്ലി എന്ന് പറയുന്നത് മണി ലോണ്ടറിങ്. ആദ്യം ആരാ ഇതിന്റെ എതിരായിട്ട് നിന്ന്? കോൺഗ്രസ് പാർട്ടി, രാഹുൽ ഗാന്ധി. ഇന്ന് എനിക്ക് പറയാം, രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ വിൻഡിക്കേറ്റ് ചെയ്തിരിക്കുക. അന്നേ പറയുന്നത് രാഹുൽജി മണി ലോണ്ടറിങ് അത് നിങ്ങൾ മനസ്സിലാക്കണം. 1000 കോടി നിങ്ങളുടെ അക്കൗണ്ടിലുണ്ട്. 1000 കോടിയിലധികം നിങ്ങളുടെ അക്കൗണ്ടിലുണ്ട്. ഇപ്പൊ നമ്മൾക്ക് ഒരു മിനിറ്റ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ്. ഞങ്ങളും തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നവരെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ അത് മനസ്സിലാക്കണം. ഇപ്പൊ നിങ്ങൾ വേറെ കാര്യമാണ്, ഞാനൊരു ബിസിനസ്മാൻ എന്നോട് പറഞ്ഞത് ഇത്. അദ്ദേഹം പറഞ്ഞു, ക്ഷമ, നിങ്ങളെ അക്കൗണ്ടിൽ ഞങ്ങൾ പൈസ ഇടുമ്പോൾ ഞങ്ങൾക്ക് കോള് വരാം സർക്കാരിന്റെ അടുത്ത്. ഇനി നിങ്ങൾ കോൺഗ്രസ് പാർട്ടിയുടെ അക്കൗണ്ടിൽ പൈസ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളടുത്ത് ED എത്തും, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, ഞങ്ങൾ കേസ് ചെയ്യും നിങ്ങളെ മേലെ. നിങ്ങൾക്കറിയോ, ഇതാണ് പറയുന്നത് ജനാധിപത്യം തകർന്നിരിക്കുക. ഇലക്ഷൻ കമ്മീഷനും അന്ന് 2017 19 ഇതിന്റെ എതിരായിരുന്നു. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ഇത് നടക്കാൻ പറ്റില്ലാത്തൊരു കാര്യമാണ്, ബിക്കോസ് ഇതിൽ ജനാധിപത്യം ഇല്ല, ഇതൊരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ല. ബിക്കോസ് ഒരു സൈഡ് 96% BJPക്ക് ഇലക്ട്രൽ ബോണ്ട്സ് കിട്ടിയത്. മോർ ദൻ 12,000 crores, 12,000 കോടിന്റെ അധികം. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഞങ്ങൾ എന്താ വെച്ചാൽ ഞങ്ങൾ അതിന്റെ എതിരായിട്ട് കേസ് കൊടുത്തിട്ടുണ്ട്. അല്ലെ, സുപ്രീം കോർട്ട് ഇന്ന് വിധി എടുത്തു, പക്ഷെ ഈ വിധി കുറെ മുമ്പേ വരേണ്ട വിധിയായിരുന്നു. അപ്പൊ ഇനി നമുക്ക് മനസ്സിലാക്കാം ഏതെല്ലാം കമ്പനീസ് കൊടുത്തു. മാർച്ച് 17 വരെ എല്ലാ കമ്പനീസ് അവർ പറയണം ആരെല്ലാം കൊടുത്തെന്ന്. ഇത് ശരിക്കും ഒരു വലിയ സ്കാം ആണ്.
ഇതിലാണ് ഞങ്ങൾ അതാ ഞാൻ പറഞ്ഞത്. ഇതില് ഇപ്പൊ നോർമലി ഇങ്ങനത്തെ ഒരു ഇത് പാർലമെന്റിൽ വരുമ്പം കമ്മിറ്റീസിന്റെ മീറ്റിംഗ് ഉണ്ടാവും, മറ്റേ മിനിസ്ട്രീസിനോട് ചോദിക്കും. RBIനോട് വരെ ചോദിച്ചില്ല. അതിന്റെ ശേഷമാണ് ഉർജിത് പട്ടേൽ രാജിവെച്ച്. RBIക്ക് വരെ ഒന്നും പറയാൻ പറ്റില്ല. ജെയ്റ്റ്ലി പറഞ്ഞു നാളെ ഞാൻ ബില്ലെടുത്ത് പാർലമെന്റിൽ, എനിക്ക് RBI ഉണ്ടോ ഇല്ല, പാർലമെന്റ് സുപ്രീം നമ്മൾ ചെയ്യാന്നത്. നിങ്ങൾ മനസ്സിലാക്കി എവിടെയാ ജനാധിപത്യം? അതാന്ന് മനസ്സിലാക്കി. ഇത് കൊള്ളക്കടത്താണ് ഇത് ഇവിടെ നടന്നത്. എന്നിട്ട് ഇവിടെ ഇദ്ദേഹം പറയാ BJPന്റെ പ്രതിനിധി 2011 മുമ്പേ ആർക്കും അല്ല, എല്ലാവർക്കും അറിയാം ബാലൻസ് ഷീറ്റിൽ കോർപ്പറേറ്റിന്റെ ബാലൻസ് ഷീറ്റ്. അതും ഇത് കോർപ്പറേറ്റ്സ് മാത്രമല്ല, ട്രസ്റ്റ്, എന്ത് ലീഗൽ എൻറ്റിറ്റീസ് ഇവിടെ പൈസ ഇടാൻ പറ്റും, ആർക്കും പൈസ ഇടാൻ പറ്റും. പക്ഷെ ആരും അറിയാൻ പാടില്ല. ആദ്യമായിട്ട് അമേരിക്കയിലും BJP പ്രതിനിധിയല്ല, സ്വതന്ത്ര പ്രതിപക്ഷ വലതുപക്ഷ രാഷ്ട്രീയ നിരീക്ഷകനാണ് ഷാബു. BJP ഈ ചർച്ചയിലേക്ക് ആളെ വിടുന്നില്ല കേട്ടോ. BJP ചർച്ചയിലേക്ക് ആളെ വിടുന്നില്ല. ഞാൻ ഷമയിലേക്ക് എത്താം. അഡ്വക്കേറ്റ് അസഫ് അലി ഇവിടെ നേരത്തെ ഷമ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ആദ്യം MR അഭിലാഷ് പറഞ്ഞതുപോലെ, കമ്പനി നിയമത്തിൽ, ആദായ നികുതി നിയമത്തിലൊക്കെ ഒരു അൺഹോളി ഹേസ്റ്റിൽ കൊണ്ടുവന്ന ഭേദഗതികളൊക്കെ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് ഇന്ന് കോടതി പറയുകയാണ്. അസഫ് അലി കോടതി അതിന്റെ വിധി പ്രസ്താവത്തിൽ പറയുന്നു 47ാമത്തെ പോയിന്റിൽ, ദ എക്കണോമിക് പോളിസീസ് ഓഫ് ദി ഗവൺമെന്റ് ഹാവ് ആൻ ഇമ്പാക്ട് ഓൺ ബിസിനസ് ആൻഡ് കൊമേഴ്സ്. Political pressure groups promote different agendas, including perspectives on economic policies. As long as these pressure groups put forward their perspective with evidence and data, there should not be any objection, even if they interact with elected representatives. The position would be different if monetary contributions to political parties are made as a quid pro quo to secure a favorable economic policy എന്ന് സുപ്രീം കോടതി അതിന്റെ വിധി പ്രസ്താവത്തിൽ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു സർക്കാരിന്റെ സാമ്പത്തിക നയത്തെ അവരെ പണം കൊടുത്ത് സ്വാധീനിക്കാൻ നീക്കമുണ്ടാകുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഭരണഘടനാ വിരുദ്ധമെന്ന് പറയുകയാണ്. 2017, 18, 19, 20, 21, 22, 23, 24 8 വർഷങ്ങൾ അസഫ് അലി, അതിനിടയിൽ ഒരു ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞു, പല നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞു. ഭരണഘടനാ വിരുദ്ധമായ പണം ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ആ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തതിനെ, അതിലുണ്ടായ എന്താണ് ഹിതകരമല്ലാത്ത നീക്കത്തിന് ആര് പാപപരിഹാരം ചെയ്യും ഈ 8 വർഷങ്ങളിൽ? ശ്രീ അസഫ് അലി. ആദ്യം തന്നെ ഞാൻ പറയാം, സുപ്രീം കോടതിയുടെ ഒരു വിധി എല്ലാ അർത്ഥത്തിലും ഹിസ്റ്റോറിക്കാണ്. നമ്മളെ ഫാലിയസ് നെരിമാൻ എന്ന സുപ്രീം കോടതി അഡ്വക്കേറ്റ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1973 മുമ്പ് നമ്മുടെ ജുഡീഷ്യൽ കോടതികളുടെ റോള്, ഭരണഘടനാ കോടതികളുടെ റോൾ എന്ന് പറയുന്നത് ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടിലെ അമ്പയറുടെ റോളാണ്. വിക്കറ്റിൻ്റെ പിന്നിൽ നിന്ന് കളിക്കാർ ഫൗൾ കളിച്ചാൽ വിസിലടിക്കും. പക്ഷേ 73 ഈ കേശവാനന്ദ ഭാരതി കേസിനെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞു, 73 ശേഷം ഭരണഘടനാ കോടതികളുടെ റോള് ക്രിക്കറ്റ് ഗ്രൗണ്ടിലെ അമ്പയർ മാറി ഫുട്ബോൾ ഗ്രൗണ്ടിലെ റഫറിയായി മാറി. ഇന്നത്തെ വിധി വായിക്കുമ്പോൾ നമ്മൾ അറിയുന്നത് സുപ്രീം കോടതി ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിലെ റഫറിയായി മാറി എന്നുള്ളതാണ്. ഈ മോഡി ഗവൺമെന്റിന്റെ കാലത്ത് നടന്ന 2 ഏറ്റവും പ്രധാനപ്പെട്ട ഈ RTA യുഗത്തിലാണ് ഈ 2 നിയമങ്ങളിലും മായം കലർത്തിയത്. അതിലൊന്ന് ഇലക്ട്രൽ ബോണ്ടാണ്, മറ്റൊന്ന് PM കെയറാണ്. ഇത് രണ്ടും ജനങ്ങളെ കൊള്ളയടിക്കുന്ന, ജനങ്ങളുടെ പണം കൊള്ളയടിക്കുന്ന, ജനങ്ങളിൽ നിന്ന് യാഥാർത്ഥ്യം മറച്ചു വെച്ചിട്ടുള്ള നടപടിയായിരുന്നു. കാരണം വിവരാവകാശ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്, an information which cannot be denied to parliament or assembly cannot be denied to a citizen. പാർലമെന്റിനോ നിയമസഭക്കോ കൊടുക്കാൻ പാടില്ലാത്ത ഒരു വിവരവും, നിഷേധിക്കാൻ പറ്റാത്ത ഒരു വിവരവും ഒരു പൗരനും നിഷേധിക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഒരു പാർലമെന്റ് മെമ്പറെ പോലെ തന്നെയാണ് ഇന്ത്യയിലെ ഓരോ പൗരന്റെയും അറിയാനുള്ള അവകാശം. ഇവിടെ എന്താണ് സത്യത്തിൽ നടന്നത്? ഈ വിവരാവകാശ നിയമം പൈലറ്റ് ചെയ്തുകൊണ്ട് അന്നത്തെ മന്ത്രി ശ്രീ സുരേഷ് പച്ചൂരി പറഞ്ഞ ഒരു സുപ്രസിദ്ധമായ വാക്കുണ്ട്. അദ്ദേഹം ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് പാർലമെന്റിൽ പറഞ്ഞതാണ്, ഞാനിതാ ജനാധിപത്യത്തിന്റെ താക്കോൽ ഇന്ത്യയിലെ ജനകോടികളുടെ കൈകളിലേക്ക് കൊടുക്കുന്നു. സത്യത്തിൽ നരേന്ദ്രമോദിയും BJP ഗവൺമെന്റും ആ താക്കോലല്ലേ തിരിച്ചു വാങ്ങിയത്. ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ കേസ് സുപ്രീം കോടതിയിൽ നടക്കുമ്പോൾ എനിക്കൊരു ദിവസം ആ വാദം കേൾക്കാൻ അവസരമുണ്ടായി. നമ്മുടെ അറ്റോർണി ജനറലും സോളിസിറ്റർ ജനറലിന്റെയും വാദം ആർക്ക് വേണ്ടിയായിരുന്നു? വോട്ടർമാർക്കുള്ള സ്വകാര്യതയല്ല, പണം കൊടുക്കുന്ന ആളുകളുടെ ഡോണേഴ്സിന്റെ അവകാശത്തിന് വേണ്ടിയായിരുന്നു ആ അറ്റോർണി ജനറൽ സുപ്രീം കോടതി മുമ്പാകെ വാദിച്ചത്. പണം കൊടുക്കുന്ന ഡോണേഴ്സിന്റെ സ്വകാര്യതയാണ് ഇന്ത്യയിലെ ജനകോടികളുടെ സ്വകാര്യതയെക്കാളും വലിയ അവകാശമെന്ന് വാദിച്ച ഒരു ഭരണകൂടത്തിന്റെ നിയമജ്ഞന്മാരായിരുന്നു സുപ്രീം കോടതിയിൽ ഗവൺമെന്റിന് വേണ്ടി വാദം നടത്തിയത്. എന്താണ് ഈ പണം കൊടുക്കുന്നതിന്റെ സ്വകാര്യത? എന്താണ് അതിലുള്ളത്? ഒരു സർക്കാരിന് കോടികൾ കൊടുക്കുന്നു, അത് ഞാൻ അറിഞ്ഞാൽ ആ കൊടുക്കുന്ന ഡോണറാണ് നാളെ സർക്കാരിൽ നിന്ന് നിയമവിരുദ്ധമായി ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നത്.
ആ നിയമവിരുദ്ധമായ ആനുകൂല്യങ്ങൾ ജനതാൽപര്യത്തിനെതിരാണ്, രാജ്യ താല്പര്യത്തിനെതിരാണ്, എല്ലാ നിയമപരമായ നിയമലംഘനങ്ങൾക്കെതിരാണ്. അപ്പോൾ ഈ പണം കൊടുത്തതിന്റെ ഒരു ക്യൂഡ് പ്രോക്കോ, അതിനൊരു പ്രതിഫലമായിട്ടാണ് ഈ സർക്കാരിൽ നിന്ന് അന്യാധീനമായി കാര്യങ്ങൾ നേടുന്നത്. അതുകൊണ്ടാണ് ഇതേ പ്രശ്നം തന്നെയാണ് PM കെയർ. PM കെയറിനെ സംബന്ധിച്ച് ഞാനൊരു വിവരാവകാശം ചോദിച്ചു പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ. അതിൽ നിന്ന് മറുപടി പറയാണ്, PM കെയർ ഒരു പബ്ലിക് അതോറിറ്റി അല്ല. PM കെയർ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസുമായി ബന്ധമില്ലെങ്കിൽ പറയേണ്ടത് എന്താണ്? ഈ ഓഫീസുമായി ഈ PM കെയറിന്റെ ഇടപാടുകൾക്ക് യാതൊരു ബന്ധവുമില്ല. കോടിക്കണക്കിന് രൂപ PM കെയറിലേക്ക് പ്രവഹിക്കുന്നു കോർപ്പറേറ്റുകൾ, മുതലാളിമാർ. അതിന് ആനുകൂല്യങ്ങൾ അവർ പറ്റുന്നു ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച്, ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് അനുസരിച്ച്. ആര് കൊടുത്തു, എന്തിന് കൊടുത്തു, അതിൽ ഓഡിറ്റിംഗ് ഇല്ല. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ അക്കൗണ്ടിംഗ് പരിശോധനയിൽ നിന്ന് PM കെയർ ഒഴിവാക്കിയിരിക്കുന്നു. അപ്പൊ ജനങ്ങളെ കൊള്ളയടിക്കാൻ കോർപ്പറേറ്റുകൾക്ക്, ഞാൻ ചോദിക്കട്ടെ, ദാവൂദ് ഇബ്രാഹിമാണ് പണം കൊടുക്കുന്നത് ഒരു കോർപ്പറേറ്റിന്റെ പേരിൽ. ആ ദാവൂദ് ഇബ്രാഹിമിന്റെ പണം പുറത്തു പറയാൻ കഴിയില്ല ഈ ഇലക്ടർ റോളിന്റെ ഭേദഗതി നിയമം അനുസരിച്ച്. ഇന്ന് സുപ്രീം കോടതി ഇന്ന് തച്ചടച്ചിരിക്കുന്നത് അത്തരം സ്വകാര്യതയാണ്. ആ എവിടെയെല്ലാം സ്വകാര്യത ഉണ്ടോ അവരെയെല്ലാം ക്രമക്കേടുണ്ടാവും. ട്രാൻസ്പെറൻസിയുടെ ലോകമാണ് നമ്മുടേത്. റൈറ്റ് ടു നോ എന്ന് പറയുന്നത് ഓരോ ഈ സർക്കാർ കൈവശം വെക്കുന്ന എല്ലാ ആസ്തികളും എല്ലാ പണങ്ങളും ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളുടേതാണ്. അതുകൊണ്ട് ആ ജനങ്ങൾക്ക് കണക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്. നമ്മൾ കാണുന്ന ആശുപത്രികൾ, നമ്മൾ കാണുന്ന റോഡുകൾ, സർക്കാരിന്റെ എല്ലാ മുതലുകളുടെയും ഉടമസ്ഥർ ജനങ്ങളാണ്. ആ ജനങ്ങൾക്ക് ജനങ്ങളുടേതായ പണം ചെലവഴിച്ചെന്ന് ചോദിക്കാൻ ഉള്ള അവകാശമാണ് മോഡി ഗവൺമെന്റ് ചെയ്തു. പുട്ടുസ്വാമി കേസിൽ, ആധാർ കേസിൽ ഗവൺമെന്റിന്റെ നിലപാട് എന്താണ്? രഹസ്യമാണ്. അതാണ് സുപ്രീം കോടതി പുട്ടുസ്വാമി കേസിൽ തച്ചുടച്ചു കൊടുത്തത്. ഈ ഇലക്ട്രൽ ബോണ്ട് ലോകത്തിലെ എല്ലാ മറ്റു പല രാജ്യങ്ങളിലെ വിവരാവകാശ നിയമത്തെക്കാളും ശക്തമാണ് നമ്മുടെ നിയമം. ലോകത്തെ ഇലക്ട്രൽ ബോണ്ട് സംവിധാനമുള്ള ഏക രാജ്യം നമ്മുടേതായിരുന്നു. എന്റെ അറിവ് ശരിയാണെങ്കിൽ ലോകത്ത് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ഈ രീതിയിൽ ഫണ്ട് വാങ്ങിക്കുന്ന ഏക രാജ്യം ഇന്ത്യ. ഞാൻ പറയാം, ജർമ്മനിയിൽ ഒരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് ഈ പണം വ്യക്തികളും കോർപ്പറേറ്റുകളും പൊളിറ്റിക്കൽ പാർട്ടി കൊടുക്കുന്ന പണം ഓരോ വർഷവും അവർ പുറത്തു പറയാൻ ബാധ്യസ്ഥരാണ്. ഫ്രാൻസിൽ ഇലക്ടറൽ ലോ പറയുന്നത് എന്താണ്? പൊളിറ്റിക്കൽ പാർട്ടി ടു പബ്ലിഷ് നാഷണാലിറ്റി, പോസ്റ്റൽ അഡ്രസ്, എമൗണ്ട്സ് ഡൊണേറ്റഡ് ടു എവരി പേഴ്സൺ. ഫിൻലാൻഡിലുണ്ട് ഇതുപോലൊരു നിയമം. ജർമ്മനിയിലുണ്ട്. പൊളിറ്റിക്കൽ പാർട്ടിയുടെയും ഡോണേഴ്സിന്റെയും എല്ലാ വിവരങ്ങളും പുറത്തു പറയാനുള്ള നിയമമാണ് അവിടെ ഉള്ളത്. ഇടപെടലിലേക്ക് പോകണം. അതിനു മുമ്പ് താങ്കൾ നേരത്തെ ദാവൂദ് ഇബ്രാഹിം, താങ്കൾ അതിശോക്തിപരമായി പറഞ്ഞതാണെങ്കിലും ഇക്ബാൽ മിർച്ചി എന്ന് പറയുന്ന ദാവൂദ് ഇബ്രാഹിമിന്റെ ക്ലോസ് ഐഡിയിൽ നിന്നും ഇക്ബാൽ മിർച്ചി അടുത്ത ബന്ധമുള്ള കമ്പനിയിൽ നിന്ന് BJP പണം വാങ്ങുന്നത് കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചാണ്. അത് മാത്രമല്ല, ഇക്ബാൽ മിർച്ചിയുള്ള ബന്ധത്തിന്റെ പേരിൽ പ്രഫുൽ പട്ടേലിന്റെ സ്വത്ത് ഇടി കണ്ടുകെട്ടിയതാണ്. ഇപ്പോൾ പട്ടേൽ ക്യാമ്പ് മാറിയതുകൊണ്ട് ഇപ്പോൾ അതിനെപ്പറ്റി കേൾക്കാനില്ല. നേരത്തെ ഷമാ മുഹമ്മദ് പറഞ്ഞില്ലേ, എന്താണ് ഒരു ബിസിനസ്മാൻ കോൺഗ്രസിന് ഇത്തരത്തിൽ പൈസ അല്ലെങ്കിൽ ഇലക്ട്രൽ ബോണ്ട് വഴി പണം കൊടുക്കുമ്പോഴേക്കും അപ്പോഴേക്ക് പിടിവീഴുന്നു എന്ന് പറയുന്നില്ലേ. ദ കിൻഡ് എന്ന് പറയുന്ന എന്താണ് ഓൺലൈൻ, അവരുടെ ഒരു ഓൺലൈൻ പോർട്ടൽ ഇപ്പോഴും കിടപ്പുണ്ട്. സീക്രട്ട് പോലീസിംഗ് ഇലക്ട്രൽ ബോണ്ട് സാറിൻ അനോണിമസ് എന്ന് പറയുന്ന അവരുടെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്. അതിൽ പറയുന്നത് ഈ കിൻഡ് പോയി ഇത് വാങ്ങി, ഇലക്ട്രൽ ബോണ്ട് വാങ്ങി ഒരു ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുമ്പോഴേക്കും അതിനകത്ത് അനോണിമസ് ആയ ആർക്കും കാണാൻ കഴിയാത്ത ഒരു സീരീസ് ഓഫ് നമ്പേഴ്സ് അതിലുണ്ട്. അപ്പോൾ കൃത്യമായി BJPക്ക് അത് ആവശ്യം ഉണ്ടാവില്ലല്ലോ. കൃത്യമായി ആർക്കൊക്കെ ആര് പണം കൊടുക്കുന്നുവെന്ന് അനോണിമസ് അല്ല. ഇപ്പോൾ കോൺഗ്രസിന് പണം കൊടുത്താൽ അറിയാൻ വഴിയുണ്ട്. അത് ഒരുപക്ഷെ ക്ഷമ പറഞ്ഞതിനോട് ചേർത്ത് വായിക്കാൻ തോന്നി. ശ്രീ വസീഫ്, ഇവിടെ അന്ന് നോട്ട് നിരോധനം വന്നപ്പോഴേക്കും കള്ളപ്പണം തടയാനാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും നിരോധിച്ച പണം മൊത്തം തിരികെ വന്നു, അല്ലെങ്കിൽ കുറച്ചെന്തോ വരാതിരുന്നുള്ളൂ. അപ്പം കേട്ടൊരു വാദം ഈ പ്രതിപക്ഷ പാർട്ടികളുടെ സാമ്പത്തികാവസ്ഥ കെടുത്തിക്കളയാൻ വേണ്ടി അട്ടിക്ക് പണം അടുക്കി വച്ചിരിക്കുകയാണ് എന്ന ധാരണയിൽ അവരെ നിരായുധീകരിക്കാൻ ചെയ്തത് കൂടിയാണ് ഡിമോണിറ്റൈസേഷൻ എന്നൊരു വാദം അക്കാലത്തുണ്ടായിരുന്നു. ക്ഷമ ഇപ്പോൾ പറയുകയാണ്, കോൺഗ്രസിന് ആരെങ്കിലും പണം കൊടുത്താൽ അല്ലെങ്കിൽ കോൺഗ്രസിന് പണം കൊടുക്കുന്ന ആൾക്കാരെ ഭീഷണിപ്പെടുത്തുന്നു അല്ലെങ്കിൽ ആ ഫണ്ട് തടയാനുള്ള ഉപാധിയായി കൂടി ഇലക്ട്രൽ ബോണ്ട് ഉപയോഗിക്കപ്പെട്ടിരുന്നു എന്ന് കരുതണോ? പ്രത്യേകിച്ച് ഞാൻ നേരത്തെ വായിച്ച ആ ക്വിൻറ്റിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് അടക്കം വായിക്കുമ്പോൾ. വസീഫ്, ഷാബു പറഞ്ഞ വെല്ലുവിളിക്കൂടെ വേണം മറുപടി പറഞ്ഞോളൂ. അല്ല, ഇതിലെ ഷാബു പ്രസാദ് ആദ്യം തന്നെ പറയട്ടെ, BJP അല്ല എന്നാ പറയാ പൊതുവെ. പക്ഷെ BJPയേക്കാൾ അല്ലെങ്കിൽ RSSനേക്കാൾ ഏറ്റവും ശക്തമായ രീതിയിൽ അവർക്ക് വേണ്ടി പറയുന്ന ആളാ. മറ്റവർ വന്നാൽ പിന്നെ ഇത് പറയാലോ, അത് പ്രേക്ഷകരൊന്നും വിലയിരുത്തിക്കോട്ടെ, അതിനുവേണ്ടി പറഞ്ഞതാ ഞാൻ.
ഇവിടെ എന്താ പ്രശ്നം? ഈ കോർപ്പറേറ്റുകൾക്കുള്ള ടാക്സിൽ 30% ടാക്സ് 22% കുറച്ചു. ആർക്ക് വേണ്ടി? ഈ രാജ്യത്തെ സാധാരണക്കാരന്റെ ടാക്സ് ഇളവ് എത്രയാണുള്ളത്? ഞാൻ അതാ നേരത്തെയൊക്കെ ചോദിച്ചത്. അവൻ എന്ത് ആനുകൂല്യമാണുള്ളത്? ഏത് സബ്സിഡിയാണ് കൊടുക്കുന്നത്? സബ്സിഡികളിൽ നിന്ന് പുറകോട്ട് പോവുകയാണ്. ഇവിടെ നമ്മുടെ ഒരു കണക്കുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലയളവിൽ 68,000 കോടി രൂപയുടെ കോർപ്പറേറ്റ് കടം എഴുതിത്തള്ളി ഈ ബാങ്കുകൾ. അവരുടെ കട എഴുതിത്തള്ളുക. അങ്ങനെ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കുക, അവർക്ക് അനുകൂലമായ സാധ്യതയും അവർക്ക് അനുകൂലമായ സാഹചര്യവും ഇവിടെ സൃഷ്ടിക്കുക. അദാനി 609 ആയിരുന്നു 2014 അദാനിയുടെ വേൾഡ് റാങ്കിങ്ങിലെ സ്ഥാനം. ഇപ്പൊ എവിടെയായി നിൽക്കുന്നത്? നിങ്ങൾ പറ. എന്താ അദാനിക്ക് ഇങ്ങനെ പണം ഉണ്ടാകാനുള്ള കാരണം? അദാനിക്ക് അനുകൂലമായി രാജ്യത്തിന്റെ സമ്പത്ത് പൂർണ്ണമായും എഴുതി കൊടുക്കുന്ന സാഹചര്യം ഉള്ളത്. അങ്ങനെ കോർപ്പറേറ്റുകളെ സഹായിക്കുക. അതേ സമയത്ത് ആരെങ്കിലും മതനിരപേക്ഷതക്കോ അല്ലെങ്കിൽ മറ്റ് ഈ രാജ്യത്തെ ഈ വർഗീയതക്കെതിരെയും ഒക്കെ നിലകൊള്ളണം എന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ചെറിയ പണക്കാരോ അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും വലിയ പണക്കാരോ ഒക്കെ പണം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പേര് പുറത്തു വരുന്നതിനൊന്നും ഒരു പ്രയാസവും. ഈ പേര് ആർക്കറിയാം? ഈ സാക്ഷാൽ RSSനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഭരണാധികാരികൾക്കറിയാം. അവർ നേരിട്ട് വിളിക്കുന്നു എന്ന് ഇപ്പൊ ഇവിടെ കോൺഗ്രസ് പ്രതിനിധി പറയുന്നു. ഇത് കോൺഗ്രസ് പ്രതിനിധി മാത്രമല്ല, CPM-നോ ഇടതുപക്ഷത്തിനോ കോൺഗ്രസിനോ മറ്റ് BJP വിരുദ്ധ കക്ഷികൾക്കോ ആരെങ്കിലും സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ പിടിക്കാൻ ഇവരുടെ കയ്യിൽ ആയുധമുണ്ട്, ഇവർക്ക് പറ്റും എന്ന് തന്നെയാണ് ഇവർ തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇവിടെ ഈ നിയമവിരുദ്ധ രീതിയിൽ പണം വാങ്ങിവെച്ച് അത് നിയമപരമായ രീതിയിൽ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോധപൂർവമായ ശ്രമം നടത്തിയത്. അതിനെതിരെയാണ് CPM സമരം ചെയ്യുന്നതും CPM കോടതിയിൽ പോയതുമെല്ലാം. CPM ഇവിടെ മാത്രമൊന്നുമല്ലല്ലോ. ഡൽഹിയിൽ സമരം ചെയ്തവരുടെ വീടുകൾ തേടി അവരുടെ സ്വത്ത് എല്ലാം പൊളിച്ച് മാറ്റുവാൻ വേണ്ടി ബുൾഡോസറുകൾ വന്ന സമയത്ത് ആ ബുൾഡോസർ രാജിനെതിരെ നിയമപരമായും അവിടെ സമരവും ഒക്കെ സംഘടിപ്പിച്ചവരാ CPM. ഈ രാജ്യത്ത് ബിൽക്കീസ് ബാനു കേസ് നമുക്കറിയാം. ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയവരെ ഈ രാജ്യത്ത് വെറുതെ വിട്ട ഗുജറാത്ത് ഗവൺമെന്റിന്റെ നടപടിക്കെതിരെ നിയമപരമായി പോരാട്ടം നടത്തിയ പാർട്ടിയുടെ പേര് CPM ആണ്. കശ്മീർ വിഷയത്തിൽ CPM ഇടപെട്ടിട്ടുണ്ട്. സകല വിഷയങ്ങളിലും വർഗീയതക്കെതിരെയും അതുപോലെ തന്നെ രാജ്യത്തെ അഴിമതിക്കെതിരെയും ശക്തമായ രീതിയിൽ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് CPM. ഇപ്പൊ പറയാ CPM പുറത്തു വിടുവോ എന്ന്. അറ്റോർണി ജനറൽ പറഞ്ഞിട്ടുണ്ട് CPM മാത്രമാണ് ഈ പറയുന്ന തരത്തിൽ കണക്ക് കൊടുത്ത പാർട്ടി എന്ന്. റിട്ടേണുകൾ സമർപ്പിച്ച പാർട്ടി CPM ആണ് എന്ന് പറയുന്നു. എന്തിനേറെ പറയുന്നു, സുപ്രീം കോടതിയിൽ പോയി ഇങ്ങനെ ഒരു അഴിമതി പണത്തെ വെളുപ്പിക്കാൻ നിങ്ങൾ നടത്തിയ ശ്രമത്തെ ആർജവത്തോടു കൂടി ചെറുത്ത പാർട്ടിയല്ലേ CPM. മടിയിൽ കനമുണ്ടെങ്കിൽ അങ്ങനെ പോകുമോ CPM സുപ്രീം കോടതിയിൽ? അങ്ങനെ പോകുമോ സുപ്രീം കോടതിയിൽ? CPM-നെ സംബന്ധിച്ചിടത്തോളം CPM വാങ്ങുന്ന പണത്തിനെല്ലാം കണക്കുണ്ട് മിസ്റ്റർ. അതെല്ലാം എവിടെ വേണമെങ്കിലും കാണിക്കാനും പറയാനും ആർജവമുണ്ട് ഞങ്ങൾക്ക്. അങ്ങനെ കാണിച്ച് ഞങ്ങൾക്ക് കോർപ്പറേറ്റുകളുടെ പണം വേണ്ട എന്ന ആർജവത്തോടു കൂടി പറഞ്ഞ് ഈ കോർപ്പറേറ്റുകളുടെ പണം വാങ്ങിയെടുത്ത് അതിന് നിയമസാധുത ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഇവിടെ അഴിമതികൾക്ക് ഇടമുണ്ടാക്കുന്ന തരത്തിൽ നിങ്ങൾ ഇടപെട്ടപ്പോ അതിനെതിരെ ശബ്ദിച്ച ഏക പാർട്ടി CPM. ഈ കോൺഗ്രസ് പോലും അന്ന് മിണ്ടിയിട്ടില്ല. കോൺഗ്രസ് ഈ പണം വാങ്ങി വെച്ചതാ. നിങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 1000-നടുത്ത് കോടി രൂപ ഇവരും വാങ്ങി. അല്ല വസീഫ്, ഇവിടെ നേരത്തെ ക്ഷമ പറഞ്ഞ ലെവൽ പ്ലേയിങ് ഫീൽഡിനെ കുറിച്ച് സുപ്രീം കോടതി പറയുന്നുണ്ട്. അല്ല വസീഫ്, അവിടെ ലെവൽ പ്ലേയിങ് ഫീൽഡിനെ കുറിച്ച് സുപ്രീം കോടതി നേരത്തെ ക്ഷമ പറഞ്ഞ എന്ന് പറഞ്ഞാൽ ഇത് 77% ഇപ്പൊ കോൺഗ്രസ് എന്താണ് ഞാൻ കഴിയുക? ആ ഘട്ടത്തിൽ BJP-യോട് നിൽക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവർക്ക് പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ. എന്താണ് വഴി? ഞാൻ പറയട്ടെ ആഷ്മി, ഈ രാജ്യത്തെ കോർപ്പറേറ്റുകളിൽ നിന്ന് പണം വാങ്ങില്ല, ഇത് തെറ്റാണ്, ഞങ്ങൾക്ക് ഈ പണം വേണ്ട എന്ന് കോൺഗ്രസ് അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇതിനേക്കാൾ മുന്നേ ഇതിലൊരു തീരുമാനമുണ്ടാകുമായിരുന്നു. രാജ്യത്ത് ഇതൊരു ചർച്ചയാകുമായിരുന്നു. ഇന്ന് തന്നെ നോക്കൂ നിങ്ങൾ എത്രത്തോളം ഈ രാജ്യത്തെ മാധ്യമങ്ങൾ ഈ വിഷയം ഏറ്റെടുക്കുന്നുണ്ട്. നിങ്ങൾ പരിശോധിച്ചോ? യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഞങ്ങൾക്ക് ഈ പണം വേണ്ട എന്ന് പറയണ്ടേ? അവർക്ക് കോൺഗ്രസിന് പണം വാങ്ങി വെക്കുകയും ചെയ്യാം, എന്നിട്ട് നിലപാട് പറയുകയും ചെയ്യാം. കോൺഗ്രസ് എല്ലാ വിഷയത്തിലും ഇതുപോലെ തന്നെയല്ലേ ചെയ്യുന്നത്? രാജ്യത്ത് ആർജവത്തോടു കൂടി പ്രതികരിക്കേണ്ടിടത്ത്, നിയമ പോരാട്ടം നടത്തേണ്ടിടത്ത്, വെല്ലുവിളിച്ച് പറയേണ്ടിടത്ത് ആ രീതിയിൽ ആർജവത്തോടു കൂടി പറയാനും ഇടപെടാനും നിയമ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാനും കോൺഗ്രസിനകത്തുണ്ടാക്കുന്ന അങ്കലാപ്പുണ്ടല്ലോ, അതിനെ മുതലെടുക്കുന്നു BJP എന്നുള്ളതാ പറയാനുള്ളത്. കോൺഗ്രസിന് എല്ലാവരും ഇങ്ങനെയാണ് എന്നുള്ള നിലപാടൊന്നുമില്ല. ഇങ്ങനെ രാഷ്ട്രീയമില്ലാത്തവരുടെ കൂട്ടമായി കോൺഗ്രസ് മാറുന്നത് കൊണ്ടാ എളുപ്പത്തിൽ പണം കൊടുത്തോ അല്ലെങ്കിൽ ED-യെ കാണിച്ചോ ഭീഷണിപ്പെടുത്തി
കോൺഗ്രസിനെ വാങ്ങിയെടുക്കാൻ പറ്റുന്ന ശരി. ശരി, ഞാൻ അമർഭിലാഷ് ചോദിക്കുന്നു. ബി ജെ പി ചെലവഴിക്കുന്നത് എന്തിനു വേണ്ടിയാ? എനിക്കൊന്ന് മറുപടി പറയണം. എന്തിനു വേണ്ടിയാ ഈ പണം ചെലവഴിക്കുന്നത്? ക്ഷമ. പണം ചെലവഴിക്കുന്നത് രാഷ്ട്രീയ പാർട്ടി ഇദ്ദേഹത്തിനോട് അനങ്ങാതിരിക്കാൻ പറ, എനിക്ക് മറുപടി ഞാൻ പറയാൻ ഈ പറ്റുമോ? ചർച്ചയാകെ കോൺഗ്രസിനെതിരെ കൊണ്ടുപോകണമെന്നൊന്നും ആഗ്രഹിക്കുന്നില്ല. ബി ജെ പി പ്രതിനിധി പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ ബി ജെ പി വാങ്ങിവെക്കുന്ന പണത്തെ കുറിച്ചുള്ള വലിയ ചർച്ച രാജ്യത്ത് നടക്കേണ്ടതുണ്ട്. ബി ജെ പിക്കെതിരെ ഇതേ ഘട്ടത്തിൽ 6,000 കോടി ഇവിടെ കിടക്കുന്നു, 1,000 കോടി ഇവിടെ കിടക്കുന്നു. പറയുന്ന സാഹചര്യം ഉണ്ടാകണം. അതെ. പിന്നെ ഇവിടെ അല്ല, അത് ശരിയാണ്. ഞാൻ അതിനോടൊപ്പം ഒന്നുകൂടി കൂട്ടിച്ചേർത്ത് പറഞ്ഞോട്ടെ, ഇവിടെ പാർലമെന്റ് അംഗങ്ങളുടെ വികസനത്തിന് വേണ്ടി ചെലവഴിക്കേണ്ട പണം 7,600 കോടി രൂപ ഇല്ലാതെയാക്കി. പറഞ്ഞോ പറഞ്ഞോ. ഞാൻ എന്നെ പറയാൻ വിടുന്നില്ല ഇദ്ദേഹം. എനിക്ക് പറയേണ്ടതെന്ന് പറഞ്ഞാൽ രണ്ട് കാര്യം. ഒന്ന്, CPM എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത് വെറും കേരള, ഞങ്ങൾ ദേശീയ ലെവലിൽ. അപ്പൊ ഇന്ന് സുപ്രീം കോർട്ട് പറഞ്ഞ പോലെ ദേ ഷുഡ് ബി എ ലെവൽ പ്ലേയിങ് ഫീൽഡ്. അതാണ് ഞാൻ പറയുന്നത്. രണ്ടാമത്, ഞങ്ങളെ എല്ലാ നേതാവും DK ശിവകുമാറായ ചിദംബരം കുറെ നേതാവിന്റെ മേലെ EDന്റെ അന്വേഷണമുണ്ട്. മുൻ ഛത്തീസ്ഗഡ് CM ആയാലും ഞാൻ ചോദിക്കുന്നത്, വീണ വിജയന്റെ മൂലം എന്തുകൊണ്ട് EDന്റെ അന്വേഷണം ഇല്ലാത്തത്? അത് നമ്മൾ പറയാം. നിങ്ങൾ ഞങ്ങളെ തെറി പറയുന്നുണ്ട്. ഞങ്ങളെല്ലാവരുടെ മേലെയുണ്ട് ED വെറുതെ വരുന്നത്, ഞങ്ങൾ ഇടങ്ങാറാക്കുന്നു. പക്ഷെ ഒന്നും കൺവിക്ഷൻ ഇല്ല. പക്ഷെ വീണ വിജയന്റെ മേലെ EDന്റെ അന്വേഷണം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താ പറഞ്ഞത്? ടീച്ചറിന്റെ സാലറി പിണറായി വിജയന്റെ ഭാര്യന്റെ ടീച്ചറിന്റെ പെൻഷൻ കൊണ്ട് തുടങ്ങിയ കമ്പനിയാണ്. ആ കമ്പനി കോടിക്കണക്കിന് വീണ വിജയന് മാസത്തിൽ കൊടുക്കുന്നത്. അതിന്റെ നിങ്ങൾ പറയണല്ലോ, അത് എന്തുകൊണ്ട് EDന്റെ അന്വേഷണമില്ല? എനിക്കും അറിയാം നിങ്ങളോട് മറുപടി പറയാൻ. അതുകൊണ്ട് ഇത് വെറുതെ നമുക്ക് സബ്ജക്ട് ഇവിടെ ദേശീയ പാർട്ടിയാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ ഇത്രയധികം ചർച്ച ചെയ്യേണ്ട വിഷയത്തെ നിങ്ങൾ ഇങ്ങനെ ചെറുതാക്കി കൊണ്ടുവരുത്. ഇതാ കോൺഗ്രസിന്റെ പ്രശ്നം. നിങ്ങൾ ഈ കേരളത്തിലെ കോൺഗ്രസിനനുസരിച്ച് തുള്ളുന്നവരായി മാറരുത്. രാജ്യത്തിലെ കോൺഗ്രസിന്റെ തലയെടുപ്പുള്ള പല നേതാക്കന്മാരും ഇതുപോലെ അല്ല. വെറുതെ എന്തെങ്കിലും പൂർത്തിയാകട്ടെ. പക്ഷേ ഇപ്പോ ഞാനൊന്ന് പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. ഇത്ര ഗൗരവത്തിൽ നമ്മുടെ ഭരണഘടന കൊണ്ടുവന്നത് കോൺഗ്രസ് പാർട്ടിയാ. റൈറ്റ് ടു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പലതും ചോദിച്ച് മറുപടി കിട്ടും. മനസ്സിലായില്ല? അത് ഞങ്ങളാ കൊണ്ടുവന്നത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. അത് അഴിമതിന്റെ എതിരായിട്ടുള്ള ഒരു ആക്ട് ആണ്. നിങ്ങൾക്ക് എന്തും ചോദിക്കാൻ സർക്കാരിനോട് മറുപടി കിട്ടണം. അത് ആരാ കൊണ്ടുവന്നത്? കോൺഗ്രസ് പാർട്ടി. ബിക്കോസ് നിങ്ങൾ എപ്പോഴും ഞങ്ങളുടെ മേലെ ഒരു ആരോപണം ഇടുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഒരു നേതാവ് കൺവിക്റ്റഡ് അല്ല. ഈ ED കേസസ് തന്നെ 1000-ലധികം കേസസ് ഉണ്ട്. പക്ഷെ 23 കൺവിക്ഷനേ ഉള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഈ ആരോപണത്തിൽ ത്രൂ ഒന്നും ആവില്ല. നിങ്ങളെ മേലെ ഗോൾഡ് സ്മഗ്ലിംഗിന്റെ വലിയ ആരോപണം ഉള്ളത് പിണറായി വിജയന്റെ എതിരായിട്ട്. ആ കേസ് ഇതുവരെ ക്ലോസ് ചെയ്തിട്ടില്ല. എനിക്കത് കൊണ്ടുവരാം. പക്ഷെ ഇന്നത്തെ ഞങ്ങൾ ചർച്ച ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മാസപ്പടിയും ഗോൾഡ് സ്മഗ്ലിംഗ് ഒരുപാട് ചർച്ച ചെയ്തതല്ലേ. ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടന നല്ല ഭംഗിയെ ഉയർത്തിപ്പിടിക്കുന്ന ഇക്കാലത്ത് ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ചെറിയ കാര്യമല്ലോ ക്ഷമ. അപ്പൊ 5 ജഡ്ജ് ബെഞ്ച് എല്ലാരും ഒരേ ഒരു ഇതാ കൊടുത്തത് ജഡ്ജ്മെന്റ് എന്ന്. എല്ലാരും 5 ജഡ്ജ് ബെഞ്ച് എല്ലാ ജഡ്ജും ഒരേ ഒരു ജഡ്ജ്മെന്റ്. ദിസ് ഈസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ. ഈ ഇലക്ട്രൽ ബോണ്ട്സ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വസീഫ് ഞാൻ അല്ല അങ്ങനെ വരും. ഞാൻ പറയട്ടെ, ഇവിടെ UPA കാലത്ത്, അതായത് നേരത്തെ കോൺഗ്രസ്, നമുക്കറിയാം 45% ഉണ്ടായിരുന്ന കോർപ്പറേറ്റ് ടാക്സിൽ അവർ വരുത്തിയ കുറവുകൾ. അന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞ നയമുണ്ട്, ഇവിടെ സബ്സിഡി കൊടുത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞത്. ഞാൻ ഇവിടെ പറയുന്നത് സാമ്പത്തിക നയത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാടുണ്ട്. ആ നിലപാട് തുടരുകയാണ് BJP. അതുകൊണ്ട് കൂടിയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ വലിയ ഇടപെടലുകളോ നിയമ പോരാട്ടമോ നടത്താൻ. ഇന്ധന നികുതിയുടെ വില നിർണ്ണയിക്കാൻ ആർക്കായിരുന്നു അധികാരം? ഇവിടെ കോർപ്പറേറ്റ് ടാക്സ് UPA ഭരണകാലത്ത് CPM-ന്റെ ഇടപെടൽ കൊണ്ടാണ് അന്ന് വീണ്ടും ഇവർ തീരുമാനിക്കാനുള്ളത് കമ്പനികൾക്കാണെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്ക് പെട്ടെന്ന് ബ്രേക്ക് ഇട്ട് വരും? ശരി. എം ആർ അഭിലാഷ് ഇവിടെ സുപ്രീം കോടതി ബാർ ആൻഡ് ബെഞ്ചിൽ പറയുന്നു, ഗിവിംഗ് എ ക്ലോക്ക് ഓഫ് സീക്രസി ലീഡ്സ് ടു സിവിയർ റെസ്ട്രിക്ഷൻ ആൻഡ് കർട്ടൈൽമെന്റ് ഓഫ് ദ കളക്റ്റീവ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആൻഡ് ദ റൈറ്റ് ടു നോ, which is a check and counters case of retribution, victimization and retaliation. The judge argued that political parties in power may still have asymmetric access to information about donors maintained in the banks. എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഇത് ഒരു ഇരുട്ടുമൂടിയ കോട്ടയാണ്. എല്ലാം അധാര്യമാണ്, എല്ലാം ഗുപ്തമാണ്, എല്ലാം ഗൂഢമായി നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ കേന്ദ്ര സർക്കാർ വാദിക്കാൻ ഇത് കള്ളപ്പണം തടയാനാണ്, ഇത് സുതാര്യതയ്ക്ക് വേണ്ടിയാണ്.
ഇത് ഒറ്റ നോട്ടത്തിൽ അറിയില്ല. ഇത് സുപ്രീം കോടതി വിധിക്കൊക്കെ അപ്പുറം ഒറ്റ നോട്ടത്തിൽ ഇത് കൊടിയ ജനാധിപത്യ വിരുദ്ധമായ ഒരു പരിപാടിയാണെന്ന് ഒരു സാധാരണ പൗരന് മനസ്സിലാവുന്ന ഒന്നല്ലേ? അതിനെ പിന്നെയും കേന്ദ്രം ന്യായീകരിക്കുന്നത് എങ്ങനെയാണ് ശ്രീ അഭിലാഷ്? ശ്രീ ഹഷ്മി, ഈ ജനപ്രാതിനിധ്യ നിയമത്തില്, കമ്പനി നിയമത്തിൽ മാത്രമല്ല ജനപ്രാതിനിധ്യ നിയമത്തില് ഭേദഗതി കൊണ്ടുവരികയുണ്ടായി. ഇതിന്റെ ഭാഗമായിട്ട് 29C എന്ന് പറയുന്ന വകുപ്പിൽ ഭേദഗതി കൊണ്ടുവന്നിട്ട് 20,000 രൂപയിൽ കൂടുതൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് കോൺട്രിബ്യൂഷൻ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ ഇലക്ഷൻ കമ്മീഷന് കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് മാത്രമല്ല ആദായ നികുതി സംബന്ധമായിട്ടുള്ള ലയബിലിറ്റീസ് ഉൾപ്പെടെ വരുമെന്ന നിയമം പറയുമ്പോൾ ഈ വിഷയത്തിൽ നിന്നും പൊളിറ്റിക്കൽ പാർട്ടീസിനെ എക്സംപ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇലക്ട്രൽ ബോണ്ടിന്റെ. അതായത് ഇലക്ട്രൽ ബോണ്ടിന്റെ മറവിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ജനപ്രാതിനിധ്യ നിയമത്തിന്റെ ടണലിൽ നിന്നുകൊണ്ട് എത്ര ഭീകരമായിട്ടുള്ള തുകയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദാവൂദ് ഇബ്രാഹിമിൽ നിന്ന് വരെയും സ്വീകരിക്കുവാൻ അനുമതി നൽകുന്ന രീതിയിൽ വ്യാപകമായിട്ട് നിയമനിർമ്മാണം നടത്തിയിരിക്കുകയാണ്. അത് താങ്കൾ ചൂണ്ടിക്കാട്ടിയത് വളരെ ശരിയാണ്. ആത്യന്തികമായിട്ട് ഇതുകൊണ്ടൊന്നും വലിയ ഗുണമുണ്ടാവില്ല. ബ്ലാക്ക് മണി ഇതിനകത്ത് ഒഴുകണമെന്നുണ്ടെങ്കിൽ ഈ ചാനലിലൂടെ അല്ലാതെ വേണമെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത് സ്വീകരിക്കാൻ കഴിയും. പക്ഷേ സുപ്രീം കോടതിയുടെ ഈ വിധി പ്രകാരം ഇപ്പൊ പുറത്തു വരാൻ പോകുന്ന ഡേറ്റ എന്ന് പറയുന്നത് നമുക്കൊരു നല്ല തിരിഞ്ഞു നോട്ടത്തിന് വഴി തുറക്കുന്നതാണ്. പിന്നെ പലതരത്തിലുള്ള നിയമവിരുദ്ധതയും ബ്ലാക്ക് മണിയും സമൂഹത്തിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരിക്കലും ഇത്തരത്തിൽ ഇപ്പം ബ്രൈബറിയെ നമുക്ക് ലീഗലൈസ് ചെയ്യാനൊക്കെ വളരെ സിമ്പിളായിട്ട് എല്ലാ ജനങ്ങൾക്കും മനസ്സിലാവുന്ന ഒരു ഉദാഹരണമാണ്. ബ്രൈബറി എന്ന് പറയുന്നത്, കോഴ കൊടുക്കുക എന്ന് പറയുന്നത് നിയമവിരുദ്ധമാണ്. പക്ഷെ എന്നാൽ കോഴ കൊടുക്കുന്ന ആൾക്കും വാങ്ങിക്കുന്ന ആളുടെ ഐഡന്റിറ്റി പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഒരു കോഴപ്പണം വാങ്ങാൻ വേണ്ടി ഒരു ബോക്സ് ഓരോ പഞ്ചായത്ത് ഓഫീസിലോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിലും സ്ഥാപിച്ചു കഴിഞ്ഞിട്ട് അത് നിയമപരമാണെന്ന് പറയാനൊക്കെ അതുപോലെ കൊടിയ ഒരു നിയമവിരുദ്ധതയാണ്. ഈ നിയമവിരുദ്ധതയ്ക്ക് നിയമത്തിന്റെ ക്ലോക്ക് മുഖപടം കൊടുക്കുക എന്നതാണ് സംഭവിച്ചത്. അതാണ് സുപ്രീം കോടതി വലിച്ചു കീറുകയുണ്ടായത്. ഒരു തരത്തിലും നിയമത്തിൽ അംഗീകരിക്കുവാൻ കഴിയാത്ത ഒരു ഇല്ലീഗാലിറ്റി എങ്ങനെയാണ് നിങ്ങൾക്ക് ലീഗലൈസ് ചെയ്യാൻ കഴിയുക? അതാണ് ഇവിടെ സംഭവിച്ചത്. ഇല്ലീഗാലിറ്റിയെ ലീഗലൈസ് ചെയ്യുവാൻ ശ്രമിക്കുക എന്നതാണ് ഏറ്റവും വലിയ കൊടിയ നിയമവിരുദ്ധത കാണിച്ചത്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ഭരണഘടനയുടെ 13ാം വകുപ്പ് ഇൻവോക്ക് ചെയ്തുകൊണ്ട് ആർട്ടിക്കിൾ 32 വഴി ഇത് വോയിഡാണ് എന്ന് ഡിക്ലെയർ ചെയ്തത്. ശരി, ഞാൻ അങ്ങനെ എത്താം. ശ്രീ ഷാബു പ്രസാദ്, ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിഖ്യാതമായ ഒരു പ്രസംഗമുണ്ട്. എന്താണ് ഓരോരുത്തരുടെ അക്കൗണ്ടിൽ ആ 15 ലക്ഷം രൂപ വരുന്ന അക്കൗണ്ട് അന്ന് പ്രധാനമന്ത്രി പറയുന്നത് എങ്ങനെയാണ്? രാജ്യത്തിന് പുറത്തുള്ള കള്ളപ്പണം ഓരോ രൂപ ഇങ്ങോട്ടേ കൊണ്ടുവന്നു പറഞ്ഞു. എന്തെങ്കിലും കൊണ്ടുവന്നു? ഒന്നും കൊണ്ടുവന്നില്ല എന്ന് മാത്രമല്ല, 2024 കണക്കുകൾ പ്രകാരം സ്വിസ് ബാങ്കിലെ ഇന്ത്യക്കാരുടെ നിക്ഷേപം 50% വാണം പോലെ കുതിച്ചുയർന്നു. 14 വർഷത്തിനിടെ ഏറ്റവും വലിയ നിക്ഷേപമാണ് സ്വിസ് ബാങ്കിൽ എന്ന് പറയുന്നത് പോലെ വ്യാജം പറഞ്ഞ് കള്ളിൽ പൊടിയിടാനുള്ള ഏർപ്പാടായിരുന്നില്ലേ ഷാബു? ഇലക്ഷൻ മേഖലയിലെ കള്ളപ്പണം കർബ് ചെയ്യാനാണ് ഇലക്ട്രൽ ബോണ്ട് എന്നൊക്കെയുള്ള ആ വാചകമടി. ഷാബു പ്രസാദ്, ഹാഷ്മി, അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ നിങ്ങളുടെ സൗകര്യം പോലെ ഈ ചർച്ചയുടെ ചൂടിനനുസരിച്ചും ഇതിനൊക്കെ അനുസരിച്ച് നിങ്ങൾ വ്യാഖ്യാനിച്ചോളൂ. അതിനൊന്നും ഞാൻ മറുപടി പറയാൻ പോകുന്നില്ല. പിന്നെ ഇവിടെ വസീഫ് ഇവിടെ ഇരുന്ന് കണ്ണീരൊലിപ്പിക്കുന്ന കണ്ടു. ഇവിടെ എന്താണ് നമ്മുടെ സബ്സിഡികൾ കുറയ്ക്കുന്നു എന്ന് പറഞ്ഞ് സപ്ലൈകോയിൽ കിട്ടുന്ന സാധനങ്ങളുടെ സബ്സിഡി തലകുത്തി വീണ ദിവസത്ത് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഇങ്ങനെ വന്നിരുന്ന് ഇമാതിരി പ്രഖ്യാപനങ്ങൾ നടത്താൻ അത് ചില്ലറ തൊലിക്കെട്ടിയൊന്നും പോരാ. പിന്നെ അവർക്കത് പറഞ്ഞിട്ടുള്ള കാര്യമാണത്, അത് കുഴപ്പമൊന്നുമില്ല. തൊലിക്കെട്ടി എന്നുള്ളത് CPM-കാർക്ക് എന്നുള്ള സാധനമാണ്. നിങ്ങളൊന്നും മിണ്ടായിരിക്കും സ്ത്രീയെ, ആ ലേഡിയോടൊന്നും മിണ്ടാതിരിക്കാൻ പറ. കട നിൽക്കണി എന്നും പറഞ്ഞിട്ടോ ബാക്കിയുള്ള പിന്നെ നിങ്ങൾ മിണ്ടാതിരിക്കും സ്ത്രീയെ, നിങ്ങൾ മിണ്ടാതിരിക്കും സ്ത്രീയെ. ഷാബു, എന്ത് വർത്താനാണത്? നമ്മുടെ ജനാധിപത്യ ചർച്ചയാണ്. അതെന്ത് വർത്താനമാണ്? നമ്മുടെ ജനാധിപത്യ ചർച്ചയാണ്. ആൾക്കാർ ഇടപെടാറുണ്ട് എന്നുകൊണ്ട് പെണ്ണുമ്പിള്ളതൊക്കെ പറയാമോ? മര്യാദയോടാണ്. പോട്ടെ, കാര്യത്തിലേക്കോ എന്ന് പറഞ്ഞ ഇപ്പൊ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് അങ്ങ് മാരെ കുറ്റം ജനാധിപത്യ ചർച്ചയിൽ അങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞ ഇപ്പൊ പെണ്ണുമ്പിള്ള പോലെ വാക്ക് ഉപയോഗിക്കാം. സമയം കിട്ടിയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ മറുപടി പറയേണ്ടത് ഞാനാണ്. ഏറ്റവും കുറച്ച് സമയം കിട്ടിയിരിക്കുന്നത്. താങ്കൾ പറയൂ. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയേണ്ടി വരും. താങ്കൾ പറയൂ. അപ്പൊ അത്രേ ഉള്ളൂ. അല്ല, പറയൂ, മര്യാദയ്ക്ക് പറയൂ. അല്ല, മര്യാദയ്ക്ക് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല, അതുകൊണ്ടാ. പിന്നെ ഹാഷ്മി പിന്നെ ഇവിടെ വസീഫ് ഇവിടെ പറഞ്ഞു CPM-ന് കിട്ടുന്ന പണം മുഴുവനും ഞങ്ങൾ കൃത്യമായ കണക്കുകളോട് സുതാര്യതയോടുകൂടി പറഞ്ഞിട്ടുണ്ട് എന്ന്.
എങ്കിൽ വസീഫ് പുറത്തുവിടൂ. നാളത്തെ ദേശാഭിമാനിയിൽ പറഞ്ഞതല്ല, തന്നെ അറ്റോർണി ലോകം ജനറൽ കാണട്ടെ. കോടതി പറഞ്ഞിട്ടുണ്ട്. അറ്റോർണി ജനറൽ കോടതി സിപിഎമ്മിന്റെ ആസ്തി എത്ര? സിപിഎമ്മിന്റെ ആസ്തി എത്ര? കോടതി പറഞ്ഞിട്ടുണ്ട്. സിപിഎമ്മിന് എത്ര സംഭാവന കോടതി കിട്ടി? പറഞ്ഞിട്ടുണ്ട്. സിപിഎമ്മിന് എത്രയാണുള്ളത്? ഇത് കൃത്യമായിട്ട് പറയും. ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് ഒരിടത്തും പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് കോടതി പറയാൻ പറഞ്ഞതാണ് പറ്റില്ല. പറഞ്ഞത്. നിങ്ങൾ പറയുകയുമില്ല. ചോദിക്കുമ്പോൾ അപ്പോൾ പറയാനുള്ളതല്ലേ ഇത്? അതിവിടെ അതുപോലെ നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്കും അറ്റോർണി പറയാൻ ജനറൽ സൗകര്യമില്ല. ഞങ്ങൾ മാത്രമല്ല, അത്രയേ ഉള്ളൂ. അറ്റോർണി ജനറൽ പിന്നെ- കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ Only one അല്ല political ഇല്ല ഇല്ല party ഷാബു എന്നാണ് അങ്ങനെ സൗകര്യം എന്ന് പറഞ്ഞു കഴിയില്ല. സുപ്രീം കോടതി പറയുകയാണ് അറ്റോർണി ജനറൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സൗകര്യം എന്ന് പറഞ്ഞു കഴിയില്ല. മെയ് 13 ഏതൊക്കെ ആരൊക്കെ ആർക്കൊക്കെ പാർട്ടിക്ക് എത്ര കൊടുത്ത് പറയാൻ വേണ്ടി പറഞ്ഞേക്കാം. സൗകര്യം കൊടുത്തു എന്നുള്ള പോയി കോടതിയോട് പറയാൻ പറ്റില്ല. കൃത്യമായിട്ട് അറിയും. അത് പുറത്ത് വരിക തന്നെ ചെയ്യും. അത് പുറത്ത് വരിക ഒരുപക്ഷേ തന്നെയും SBI പുറത്ത് യുടെ വരട്ടെ. നേതൃത്വത്തെ പിന്നെ തന്നെ ഈ നിങ്ങൾ അദാനി ചിലപ്പോൾ hijack അദാനി ചെയ്തു അംബാനി അത് കൊടുക്കാതിരിക്കാൻ. അദാനി ഇപ്പൊ ഇന്ന് ഞാൻ ഈ കോഴിക്കോട്ട് ഒരു വലിയ ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിയിരിക്കുകയാണ്. കാര്യം അദാനിയുടെ പൈപ്പ് ലൈൻ ഇടുകയാണ് ഇവിടെ ഈ കോഴിക്കോട്ട് നഗരത്തിൽ കൂടെ CPM ഭരിക്കുന്ന സ്ഥലത്ത്. ഈ അദാനിയെ വിളിച്ചുകൊണ്ട് പാർട്ടി ഓഫീസിൽ പോയത് ഇവരാണ്. AKG സെന്ററിൽ പോയവരാണ്. എന്നിട്ടാണ് ഇവിടെ വന്നിരുന്ന് ഇമാതിരി വർത്താനം പറയുന്നത്. അദാനിയുമായിട്ട് പ്രധാനമന്ത്രിക്ക് ഒരു ബന്ധമില്ലല്ലോ അല്ലേ? പിന്നെ എന്തെങ്കിലും വിളിച്ചു പറയല്ല ഷാബു അദാനിയുമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രിക്ക് ബന്ധമില്ലല്ലോ. കോൺഗ്രസ് ഈ ഷാബു പ്രസാദ് AKG സെന്ററിൽ എന്തിന്റെ സാഹചര്യത്തിലാണ് ഷാബു പ്രസാദ് എനിക്കൊരു ചോദ്യം രാജ്യത്തെ തുറമുഖങ്ങളും രാജ്യത്തെ എയർപോർട്ടുകളും അദ്ദേഹത്തിന് എഴുതി കൊടുത്ത നിങ്ങൾ രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തിലെ അദാനി മോദിയുടെ ബന്ധം എന്താണെന്ന് ചോദിച്ചതേ ഉള്ളൂ. രാഹുൽ ഗാന്ധി പാർലമെന്റ് പുറത്തായി. അങ്ങനെ നിങ്ങൾ കൊടുത്ത് അദാനി നിങ്ങൾക്ക് മോദിയുമായി ബന്ധം എന്താണെന്ന് 10 തവണ ചോദിച്ചതേ ഉള്ളൂ. ഒരു ചർച്ചയിൽ ലോക്സഭയിൽ ഉണ്ടായില്ല. മാത്രമല്ല രാഹുൽ ഗാന്ധിക്ക് പുറത്തേക്കുള്ള വഴി കൊടുത്തായിരുന്നു കേട്ടോ. അദാനിക്ക് എന്താണ് ഷാബു പ്രസാദ് ഒരു ചോദ്യമുണ്ട് എനിക്ക് നിങ്ങളോട്. AKG സെന്ററിൽ ഷാബു എന്താണ് പ്രസാദ് അദാനി മോദി ഒരു ഭായ് ചോദ്യമുണ്ട്. ഭായ് എന്ന് പറഞ്ഞതിനാ നിങ്ങൾ രാജ്യത്തെ MP-മാരെ അല്ല, ഷാബു സസ്പെൻഡ് ചെയ്യുന്നത് പ്രസാദ് മറന്നു ഷാബു പ്രസാദ് ഒരു ചോദ്യമുണ്ട്. ശരി ശരി വിട്ടു അതുപോലെ ഷാബു 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 ഈ നാട്ടിൽ ഏത് കാലത്തും എന്നും ഷാബു പ്രസാദ് ഒരു ചോദ്യമുണ്ട്. ബിസിനസ്സുകാരും ഈ ഒക്കെ electoral രാഷ്ട്രീയ bonds പാർട്ടികൾ എന്തുകൊണ്ട് unlimited രാഷ്ട്രീയ amount പാർട്ടികൾക്ക് ആക്കി സംഭാവനകൾ നിങ്ങൾ? കൊടുത്തിട്ടുണ്ട്. Electoral bonds ൽ ഇപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ unlimited ഇപ്പോൾ amount ഇവിടെ ആക്കി? അതിന് ഇപ്പോൾ മറുപടി ഇവിടെ പറയോ? ഇപ്പോൾ Electoral ഇവിടെ bonds ൽ എന്തുകൊണ്ട് ഇപ്പോൾ ഇവിടെ unlimited amount? ഈ- Unlimited amount, ഇപ്പോൾ unlimited ഇവിടെ amount ഞാൻ ഈ donation, ഇതങ്ങ് remove ചെയ്യും. unlimited ഇവിടെ amount donation കേൾക്കണ്ട. എന്തുകൊണ്ട് ഷാബു പറഞ്ഞു പൂർത്തിയാവും. ചെയ്യുന്നില്ല? ഷാബു പറഞ്ഞു പൂർത്തിയാവും. ഷാബു പറഞ്ഞു പൂർത്തിയാവും. എന്തുകൊണ്ട് ഇപ്പോൾ unlimited ഇവിടെ എന്ന്? ശരി, എത്രയും പൈസ ക്ഷമ ഞാൻ കൊടുക്കാൻ കോടതിയുടെ ഇടപെടൽ കാരണം തന്നെ ആയിക്കോട്ടെ, കൃത്യമായി ആര് ആർക്ക് എപ്പോൾ എങ്ങനെ പണം കൊടുത്തു എന്നുള്ളത് പറയാൻ പറ്റും. അതേസമയം നേരത്തെ ഇത് നടക്കില്ലായിരുന്നു. ക്ഷമയുടെ പറയുന്ന മാതിരിയൊന്നുമല്ല. ഇവിടെ അവരുടെ റിട്ടേണിൽ ഉണ്ടാകും 3%, 2%. ഒരാളുടെ പേര് പറയാൻ പറ്റുമോ? ഇത് കഴിയുന്നത്ര ഇപ്പം തീർച്ചയായിട്ടും സുപ്രീം കോടതിക്ക് അങ്ങനെ ഒരു കൺസേൺ ഉണ്ട്. ഇതിൻ്റെ അകത്ത് എന്താണ് അനോണിമിറ്റി ഉണ്ട്, ട്രാൻസ്പെറൻസിയുടെ കുറവുണ്ട് എന്നൊക്കെയുള്ള ഒരു കൺസേൺ സുപ്രീം കോടതിയുടെ കൺസേൺ അല്ല, രാജ്യത്തിന്റെ കൺസേൺ ആണ്. കോടതിയുടെ ഉത്തരവ് ഓരോരോ പൗരന്റെ കൺസേൺ ആണ്. ബാധ്യസ്ഥരാണ്. ശരി. പക്ഷെ ഒരു കാര്യം കൂടി പറയാം. ഒരു കാര്യം കൂടി. അല്ല ക്ഷമയ്ക്ക് എന്തോ ചെറിയ ചോദ്യം. ക്ഷമ എന്താണ്? ഉത്തരവ് സർക്കാർ തീരുമാനങ്ങൾക്കെതിരാണ് എന്നുള്ളത് കൊണ്ട് ഹാഷ്മി നിങ്ങൾ അല്ലല്ല ക്ഷമ എന്തോ ചെറിയ ചോദ്യം. അല്ല, ഞാൻ ഒരു ചോദ്യമുണ്ട്. ഒരു ചോദ്യം അല്ല, എന്തുകൊണ്ട് ഈ അമൗണ്ട് അൺലിമിറ്റഡ് ആണ്? എത്ര കോടി വേണമെങ്കിൽ നിങ്ങൾ ഡൊണേറ്റ് ചെയ്യാം. അതിന്റെ മറുപടി പറയോ? ഒരു കമ്പനിക്ക് എത്ര കോടിയും ഡൊണേറ്റ് ചെയ്യാം. അൺലിമിറ്റഡ് എമൗണ്ട്. ഇഷ്ടമുള്ള വിധി വരുമ്പോൾ നല്ല കോടതി അല്ല, അൺലിമിറ്റഡ് എമൗണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇടാൻ പറ്റുന്ന ഒരു കമ്പനിന്? അതിന്റെ മറുപടി പറയൂ. നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കും നിങ്ങൾ ശാപമോക്ഷം കൊടുത്തിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ വളരെ ക്ഷമ അവിടെ കിടന്ന് പറയുന്ന ഒന്നും ഞാൻ കേൾക്കുന്നില്ല. ഞാൻ ഇത് റിമൂവ് ചെയ്തു. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുകയാണ്. ശരി. അതുകൊണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും എത്ര ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. ക്ഷമ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം നരേന്ദ്രമോദിയുടെയും BJPയുടെയും ഒരു നിലപാട്. കാശ്മീർ അങ്ങോട്ടൊന്നും പറയാൻ പറ്റില്ല, ഇങ്ങോട്ട് പറഞ്ഞത് കേട്ടാൽ മതി എന്നുള്ള ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി. നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കാമെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങളും കേട്ടേ പറ്റൂ. ശരി. സമയം പൂർണ്ണമായി കഴിഞ്ഞു. അസംബ്ലി സാറിലേക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. ഒരു ചോദ്യം ഉണ്ടായിരുന്നു. മാധ്യമങ്ങളെ കാണാൻ പറ്റില്ല. ശരി. സമയം പൂർണ്ണമായി കഴിഞ്ഞു. എന്തായാലും മെയ് 13 ഒരു ഏറ്റവും പ്രധാനപ്പെട്ട നിർണായക വിവരം SBIയിൽ നിന്ന് പുറത്തേക്ക് വരും എന്നാണ് കരുതുന്നത്. എന്ന് പറഞ്ഞാൽ ആരൊക്കെ എത്ര പണം ഏതൊക്കെ പാർട്ടിക്ക് കൊടുത്തു എന്ന് വരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ആ കൊടുത്ത പണത്തിന് ആനുപാതികം എന്തെങ്കിലും തിരിച്ചു കിട്ടിയിട്ടുണ്ടോ എന്ന ഒരു ഡേറ്റ കൂടി പുറത്തേക്ക് വന്നാൽ അത്
വരാൻ പോകുന്ന ദിവസങ്ങളിൽ നീണ്ട ചർച്ചകൾ ഇടയാക്കുന്ന ഒരു ഡേറ്റയാകുമ്പോൾ അത് നമുക്ക് കാത്തിരുന്നതാണ്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.